Hi, Philip. സോ ഹായ്. കൂടെ വന്ന ഈ രാമേട്ടനോട് എനിക്ക് നോന്ന് പറയാനൊക്കത്തില്ല. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം രാമേട്ടൻ്റെ ഫോൺ വരുമ്പോൾ ഞാനത് അറ്റൻഡ് ചെയ്യത്തില്ലെന്ന് നോക്കാം. സോ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ഹാവ് എ ഷെയർ ഹിയർ. 10th സ്റ്റെപ്പാണ്, ഇത് 10ാം മാസമാണ്. ആൻഡ് 10th സ്റ്റെപ്പ് റീഡ് ചെയ്യുന്നത് കണ്ടിന്യൂ ടു ടേക്ക് പേഴ്സണൽ ഇൻവെൻട്രി വെൻ വി വർ റോങ്, പ്രോംപ്റ്റ്ലി അഡ്മിറ്റഡ് ഇറ്റ്. തുടർച്ചയായിട്ട് കണ്ടിന്യൂ ടു ടേക്ക് പേഴ്സണൽ ഇൻവെൻട്രി. ആ പേഴ്സണൽ ഇൻവെൻട്രി ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ട് ആൻഡ് വെൻ വി വർ റോങ് പ്രോംപ്റ്റ്ലി അഡ്മിറ്റഡ് ഇറ്റ്. അത് തെറ്റ് ബോധ്യപ്പെട്ടപ്പം അത് അന്നേരം തന്നെ അഡ്മിറ്റ് ചെയ്തു. കാരണം എന്താണ് എന്ന് വെച്ചാൽ ഇതൊന്നും കൊണ്ടു നടക്കാനുള്ള ശേഷിയില്ലാത്ത ഒരു മനസ്സാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. സോ അന്നന്നത്തെ ഗാർബേജ് അന്നു കൊണ്ട് കളയുവാണെങ്കിൽ നമ്മുടെ സെൽഫ് ഇമേജും സെൽഫ് വർത്തും സെൽഫ് റെസ്പെക്റ്റും അത് ടാർണിഷ് ചെയ്യാതെ നമുക്ക് നടത്താൻ നോക്കും. സോറി, ഞാൻ എൻ്റെ ഇംഗ്ലീഷിൽ ചില വാക്കുകൾ വരും, അതുകൊണ്ട് അത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. സോ സ്റ്റെപ്പ് 10, ഈ സ്റ്റെപ്പ് ഇതിനകത്ത് പറയുന്നത് സ്റ്റെപ്പ് 10 വരുമ്പോൾ വി ഹാവ് എൻറ്റേർഡ് ഇൻ ടു എ വേൾഡ് ഓഫ് ദ സ്പിരിറ്റ്. അവർ നെക്സ്റ്റ് ഫങ്ഷൻ ഇസ് ടു ഗ്രോ അണ്ടർസ്റ്റാൻഡിങ് and effectiveness. This is not an overnight matter. It should continue for a lifetime. Continue to watch for selfishness, dishonesty, resentment, and fear. When these crop up, we ask God at once to remove them. ഞാൻ ബിഗ് ബുക്കിൽ പേജ് 84 4th എഡിഷൻ്റെ സെക്കൻഡ് പാരഗ്രാഫിൽ നിന്നാണ് വായിക്കുന്ന 10th സ്റ്റെപ്പിനെ പറ്റിയുള്ളത്. സോ ഇതിനകത്ത് പറയുന്നത് ഈ 10th സ്റ്റെപ്പ് ഈ ഹൗസ് ക്ലീനിങ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് നോക്കിയാൽ, ആദ്യം ഞാൻ വരുമ്പോൾ ഞാൻ എന്തിനാ വന്നതെന്നുള്ള എനിക്കറിയില്ലായിരുന്നു. എനിക്കൊരു ഡ്രിങ്കിങ് പ്രോബ്ലം ഉണ്ട്. ആരാണ്ട് പറഞ്ഞ് അങ്ങനെ ഒരു സംസ്ഥാനമുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടിയേക്കും. ഞാൻ ഇഷ്ടമുണ്ടായിട്ട് പോയതല്ല, വേറെ ഒരു മാർഗവും ഇല്ലായിരുന്നു അതിൽ നിന്ന് ഊരിപ്പോകാൻ. അങ്ങനെ പോയതാണ് ഞാൻ. സോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാനൊരു മനോരോഗിയാണ്. എനിക്ക് ആൽക്കഹോളിസത്തിൻ്റെ ദീനമുണ്ട്. ഈ ദീനം ഒരു 3 ഫേസിലുള്ള ദീനമാണ്: ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ളത്. ഇത് 3ഉം ഇൻകോർപ്പറേറ്റ് ചെയ്ത് കുടി നിർത്തുന്നതല്ലായിരുന്നു എൻ്റെ പ്രോബ്ലം. കുടി പലപ്പോഴും ഞാൻ കുടി നിർത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ പിന്നെ തുടർച്ചയായിട്ട് പിന്നെയും കുടിക്കാൻ പോകുന്നതിൻ്റെ കാരണം എന്തുവാന്ന് എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. ഇംഗ്ലീഷിൽ പറയുന്നത് സ്റ്റോപ്പിംഗ് ഡ്രിങ്കിങ് വാസ് നെവർ മൈ പ്രോബ്ലം, സ്റ്റേയിങ് സ്റ്റോപ്ഡ് വാസ് മൈ പ്രോബ്ലം. അപ്പം ഈ സ്റ്റേയിങ് സ്റ്റോപ്ഡ് ആയിട്ട് വരണമെങ്കിൽ ഐ ഹാഡ് ടു എക്സ്പാൻഡ് മൈ സ്പിരിച്വൽ ലൈഫ്. ഇത് നമ്മുടെ ബിഗ് ബുക്കിനകത്ത് ജിമ്മിൻ്റെ സ്റ്റോറി ഉണ്ട്. അതിനകത്ത് പറയുന്നത് ഒരു ദിവസം അയാൾ കാറിൻ്റെ സെയിൽസ്മാൻ ആയിരുന്നു. അയാൾ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് തന്നെ അയാൾ ആർക്കാണ്ട് വിറ്റു. ആ ഒരു ബിസിനസ്സുകാരനാണ് അയാൾ ജോലി ചെയ്തത്. ആ ഒരു കാറ് വിൽക്കാനായിട്ട് അവിടെ നിന്ന സമയത്ത് അയാൾ വിചാരിച്ചു ഒരു സാൻഡ്വിച്ച് തിന്നണമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സാൻഡ്വിച്ച് പോയി മേടിച്ച് കഴിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് പാലൂടെ കുടിക്കാമെന്ന് വിചാരിച്ചു. ആ പാലൂടെ കുടിച്ചപ്പോൾ രണ്ടാമത്തെ സാൻഡ്വിച്ചും ഒരു ഗ്ലാസും ഇതുകൂടെ മേടിച്ചപ്പോൾ ഈ പാലിനകത്ത് ഞാൻ ഇച്ചിരി വിസ്കി ഒഴിച്ചാൽ സാരമില്ല, ഞാൻ ഫുൾ സ്റ്റമക്കയിലാണല്ലോ ഇത് കഴിക്കുന്നതെന്ന് വിചാരിച്ച ഒരു വിസ്കി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമുക്കറിയാവുന്ന സ്റ്റോറി തന്നെയാണ്. പക്ഷെ ആ ഒരു അൺഗാർഡഡ് മൂമെന്റിൽ ആ മനുഷ്യൻ അയാൾക്ക് കുടിക്കണമെന്നൊരു വിചാരവും ഇല്ലായിരുന്നു. അത് ആ അയാള് കുടിച്ചാൽ അയാൾ നശിച്ചു പോകുന്ന അയാൾക്ക് നല്ല വിവരമുണ്ട്. സെൽഫ് നോളജ് അവിടെ എന്തുവാ, സെൽഫ് ഡിഡ്ന്റ് വർക്ക്. എനിക്ക് അറിയാവുന്ന ബുക്കിന്റെ നോളജും ബാക്കിയുള്ളവരോട് ചർച്ച ചെയ്ത നോളജും ഇതെല്ലാം കൊണ്ട് അന്നേരം ആ ഒരു ക്രിട്ടിക്കൽ അൺഗാർഡഡ് ആയിട്ടുള്ള ഒരു മോമെന്റിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ചിന്ത പറഞ്ഞു, ഒരു വിസ്കി ഇതിനകത്ത് ഒഴിക്കുവാണെങ്കിൽ നിനക്കൊന്നും പറ്റത്തില്ല. വേറെ ഒന്നും ചിന്തിച്ചില്ല. ആ ഒരു വിസ്കി മേടിച്ച് ഒഴിച്ചു, അത് മതി. ഒരു ഫോമിലും എനിക്ക് ആൽക്കഹോൾ എൻട്രി ചെയ്യാനൊക്കത്തുള്ളൂ. എന്നത് പറയുന്നത് നമ്മുടെ ഇന്നർ മോസ്റ്റ് സെൽഫ്. എനിക്ക് സൊബ്രൈറ്റി വേണമെങ്കിൽ ഇറ്റ് ഹാസ് ടു കം ഫ്രം മൈ ഇന്നർ മോസ്റ്റ്. അങ്ങുള്ളിൽ നിന്ന് ഒരു വികാരം വരണം ദാറ്റ് എനിക്ക് ഈ കുടി
എന്നെ കൊല്ലത്തേ ഉള്ളൂ, എനിക്കിതും കൊണ്ട് ഒന്നും നേടാൻ ഒക്കത്തില്ലെന്നുള്ളത്. പക്ഷേ ഞാനൊരു ആൽക്കഹോളിക് ആയിപ്പോയി. ഇപ്പം ആൽക്കഹോളിക് ആയി പോകുന്നത് വലിയ ക്രൈമൊന്നുമല്ല, ഒരു രോഗമാണ്. അതൊരു രോഗത്തെ പോലെ ട്രീറ്റ് ചെയ്യണം. അപ്പം ആ ആദ്യത്തെ പടിയിൽ ഞാൻ അംഗീകരിക്കുന്നത് ഞാനൊരു ആൽക്കഹോളിക്കാ, അങ്ങോട്ട് നിന്ന് എനിക്ക് എൻ്റെ ജീവിതം അസ്വസ്ഥമായിട്ടുള്ള ഒരു താറുമാറായിട്ടുള്ള ഒരു ജീവിതം, ഈ ജീവിതം എനിക്ക് നയിച്ചുകൊണ്ട് പോകാൻ ഒക്കുന്നില്ലെന്നുള്ള ഒരു വിചാരം എനിക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ പലപ്പോഴും ഈ വിചാരം വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുടിക്കാൻ പോകുന്നതിന് കാരണമാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിന് ഒരു ഡിസിപ്ലിൻ വേണം. സോ ദി എക്സ്പാൻഷൻ ഓഫ് മൈ സ്പിരിച്വൽ ലൈഫ്. അപ്പോൾ ഈ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്ന സ്പിരിറ്റ് ആൻഡ് റിച്വൽ, ആത്മാവിനൊരു ദിശ വേണം. ആ ഒരു ദിശയിലായിരുന്നു സെൽഫ് വിൽ റൺ റൈറ്റ്, ഇൻസ്റ്റിങ്സ് ഓൺ റാംപേജ്, ഈ പല പല കാരണങ്ങളാൽ ഈ ആൽക്കഹോളിസത്തിൻ്റെ ഒക്കെ നമ്മുടെ ക്യാരക്ടർ ഡിഫക്ട്സ് എന്നൊക്കെ പറയുന്നത് ഇത് മാനിഫെസ്റ്റ് ചെയ്ത് അത് കാരണം കൊണ്ടാണ് നമുക്ക് കുടിക്കാതിരിക്കാൻ. പ്രത്യേകിച്ച് ഈ റിസെൻറ്റ്മെൻറ്റും ഹാം ഡൺ ടു അതേഴ്സും ഗിൽട്ട്, ഷെയിം, ഇതൊക്കെ നമ്മുടെ ക്യാരക്ടർ ഡിഫക്റ്റിൽ വരുന്ന ഓരോ കാര്യങ്ങളാണ്. ആ ഒരു ക്യാരക്ടർ ഡിഫക്റ്റിനെ നമ്മൾ എൻഹാൻസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിച്ചത്. ഈ ക്യാരക്ടർ ഡിഫക്ട്സ് ഇല്ലാതിരിക്കുമായിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് ഞാൻ ജീവനോട് കാണത്തില്ലായിരുന്നു. ഈ കള്ളത്തരവും ഈ മനുഷ്യരെ കളിപ്പിക്കുന്നതും കള്ളം പറയുന്നതും വേണ്ടാധീനം കാണിക്കുന്നതും ഇതെല്ലാം ഈ ഒരു പാക്കേജാണ്. ആ പാക്കേജിനകത്ത് വരുന്നതാണ് ഇതെല്ലാം. അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ആൽക്കഹോളിസം, ബിക്കോസ് എൻ്റെ തിങ്കിങ്ങിന്, എൻ്റെ മനസ്സെന്ന് പറയുന്നത് ഇറിറ്റബിൾ, റെസ്റ്റ്ലെസ്, ഡിസ്കണ്ടന്റഡ് എന്ന് വെച്ചാൽ എപ്പോഴും അസ്വസ്ഥതയിൽ കിടക്കുന്ന ഒരു മനസ്സാണ് എൻ്റേത്. അതിനൊരു റിപ്രീവ് ഇല്ല. അതിൻ്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആൽക്കഹോൾ ആയിരുന്നു. ആൽക്കഹോൾ കുടിക്കുമ്പം അത് ഇറ്റ് ബിക്കംസ് നോർമൽ. നോർമലായിട്ടുള്ള മനുഷ്യർ കുടിക്കുവാണെങ്കിൽ 1-2 പെഗ് കുടിച്ചു കഴിയുമ്പോൾ അവർ പറയും എനിക്ക് വേണ്ട, മതിയായി, ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ കുടിച്ചപ്പോൾ എനിക്ക് ഈ അബദ്ധങ്ങൾ പറ്റി, ഇനി എനിക്ക് കുടിക്കാനൊക്കെ, അങ്ങനെയുള്ളൊരു വിവരമുണ്ട് അവർക്ക്. പക്ഷേ ആൽക്കഹോളിക് എന്ന് പറയുന്നത് അവൻ 2 പെഗ് അടിച്ചു കഴിയുമ്പോഴാണ് അവൻ നോർമൽ ആകുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് അത് മനസ്സിലായി. ഞാനൊരു 2 കുടിച്ചു കഴിയുമ്പോഴത്തേക്കേ ഉള്ളൂ ഞാൻ നോർമൽ ആകുന്നത്. അപ്പം എൻ്റെ ദീനത്തിൻ്റെ ആ മരുന്നായിരുന്നു ആൽക്കഹോൾ. പക്ഷെ ആൽക്കഹോളിന് ഞാൻ അലർജിക്കാണ്. ഞാൻ ആൽക്കഹോളിന് അലർജിക് ആയതുകൊണ്ട് ഞാൻ ഒരു ഡ്രിങ്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര കുടിക്കുമെന്ന് എനിക്ക് തന്നെ കൺട്രോൾ. എനി ഇൻഡിവിജ്വൽ who cannot guarantee his or her behavior after they picked up that first drink is essentially an alcoholic. അത് നമ്മൾ തന്നെ, എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൽ ആരും പറയത്തില്ല നീ ഒരു കുടിയാനാണോ, നീ ഒരു മദ്യപാനിയാണോ എന്ന് പറയത്തില്ല. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഫോർ അവർ സെൽസ്. നമുക്ക് നമ്മുടേതായിട്ട് തന്നെ മനസ്സിലാക്കാനുള്ള ഒരു ഉന്വേഷണം ഉണ്ടായിട്ട് പവറിൽ ആദ്യം ഒരു ആത്മീയമായിട്ടുള്ളൊരു ശക്തിയാണ്, ഒരു ദൈവിക ആത്മീയമായിട്ടുള്ളൊരു ശക്തിയാണ് എന്നെ കൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യിപ്പിച്ചത്. ബിക്കോസ് ബാക്കിയൊന്നും എൻ്റെ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്നിൽ കവിഞ്ഞൊരു ശക്തി എന്നിൽ കൂടെ പ്രവർത്തിച്ചെങ്കിലേ എനിക്ക് ജീവിക്കാൻ ഒക്കത്തുള്ളെന്നുണ്ട്. പക്ഷേ എൻ്റെ അഹങ്കാരവും എൻ്റെ അഹംഭാവവും കാരണം എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു. ഈ ദൈവശക്തി, ഇതെന്ന് എല്ലാവരും പറയുമ്പോൾ ഞാൻ വിശ്വാസിയാ, ഞാൻ ഇതാ. പക്ഷെ നമ്മൾ ആൽക്കഹോളിനെ ആദരിക്കുന്നിടത്തോളം കാലം, ആൽക്കഹോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഓരോ ഇൻഗ്രീഡിയൻസിനെയും നമ്മൾ ആദരിക്കുന്നിടത്തോളം കാലം നമുക്ക് മറ്റൊരു ദിവ്യ ശക്തിയെ അംഗീകരിക്കാൻ ഒക്കത്തില്ല. 2 ശക്തികൾ നമ്മുടെ ജീവിതത്തിൽ, ഇപ്പം ബൈപോളറാന്ന് പറയുന്നത്, ഡേ ടൈമിൽ എൻ്റെ സ്വഭാവ രീതി ഒന്ന്, രാത്രിയിൽ എൻ്റെ സ്വഭാവ രീതി വേറെ. അപ്പൊ ഞാൻ എൻ്റെ ആക്ച്വൽ സ്വഭാവം എന്താണ്? ആ ആക്ച്വൽ സ്വഭാവത്തിനെ എനിക്ക് മനസ്സിലാക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ കുടിക്കുന്നത്. എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല, എന്നെ തന്നെ മതിപ്പില്ല. ആ കുടിച്ചു കഴിയുമ്പോൾ അന്നേരത്തെ ഒരു ആശ്വാസം, ഒരു റിപ്രീവ് കിട്ടും. അപ്പൊ അതിനെ ഞാൻ ആദരിച്ചു. ഇപ്പം ഇവർ പറയുന്ന came to believe that a power greater than myself could restore me. 2ാം പടി പറയുന്നത് എനിക്ക് എൻ്റെ തിങ്കിങ് ശരിയല്ലായിരുന്നു. ഇൻസാനിറ്റി, പ്രാന്തിൻ്റെ ഇത്, ആ ഒരു തിങ്കിങ്ങിൽ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുടി നിർത്തിയെന്ന് പറയുമ്പോൾ അപ്പൊ എന്നിൽ കവിഞ്ഞൊരു ശക്തിയെ കാരണമല്ലേ, എന്നിൽ എന്തോ ഒരു പരിവർത്തനം ഉണ്ടായി.
ഞാൻ പറഞ്ഞു വരുന്നത് ഈ 10-ാം പടിയിലോട്ട് വരുന്നത് എന്ത് കാരണം കൊണ്ടാണ് ഞാൻ എന്നും ദൈവ മുമ്പാകെ എന്നെ തന്നെ സമർപ്പിച്ച് ഈ ചെയ്തിട്ടുള്ള 4-ാം പടിയും 5-ാം പടി കൂടെ ഒക്കെ ഞാൻ പഠിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ ജീവിതത്തിലോട്ട് അത് ഇറക്കിക്കൊണ്ടുവന്ന് ജീവിതത്തിൽ ഞാൻ അത് അപ്ലൈ ചെയ്യാൻ ഒക്കുന്നത് എങ്ങനെയാന്നുള്ളതാണ്. ബിക്കോസ് ഞാൻ ആരാന്ന് എനിക്ക് ഒരു പിടിയില്ലായിരുന്നു. അപ്പൊ ഈ 2-ാം പടിയിൽ ഒരു ഊഹം കിട്ടി. ഞാൻ എൻ്റെ ഈ കുടി കാരണമായ എൻ്റെ ജീവിതം ഇങ്ങനെ അസ്വസ്ഥമായത്, ഞാനൊരു രോഗിയാണ്, ഈ രോഗം ചികിത്സിച്ചാൽ മാറുന്നതാണെന്നുള്ളൊക്കെ ഒരു വിവരം എനിക്കുണ്ടായത്. ഇത്രയൊക്കെ വിവരം ഉണ്ടായിട്ടും പിന്നെയും ഞാൻ പോയി കുടിച്ചതിൻ്റെ കാരണം എന്താ? ആക്സെപ്റ്റൻസ് ലെവല് ലോ ആയിരുന്നു. ഞാൻ അത് അത്രമാത്രം ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഇതിനകത്തെല്ലാം പരിവർത്തനം, ചേഞ്ച് ചെയ്യാൻ എനിക്ക് നിവൃത്തിയില്ലായിരുന്നു. ചേഞ്ച് ചെയ്യാൻ ഡിഫിക്കൾട്ടായിരുന്നു. ചേഞ്ച് ചെയ്താൽ എന്തായിരിക്കും എൻ്റെ ജീവിത ഭാവി എന്തായിരിക്കും എന്നുള്ള ഒരു ചിന്ത എന്നിൽ കൂടെ പോകും. ഇവിടെ നാളെ ആട്ടോ മറ്റന്നാളോ ഈ ചേഞ്ച് എന്ന് പറയുന്നത് പ്രൊക്കാസ്റ്റിനേഷൻ മാറണോ ഇങ്ങനെ നമ്മൾ മാറ്റി വെക്കും. പക്ഷെ ഈ മാറ്റി വെക്കും തോറും നമ്മുടെ ജീവിതം പിന്നെയും അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടായിരുന്ന ജോലി പോയി, ഉണ്ടായിരുന്ന ആരോഗ്യം പോയി, വീട്ടിൽ ഉണ്ടായിരുന്ന വീടൊക്കെ ചോരാൻ തുടങ്ങി, അതൊക്കെ റിപ്പയർ ചെയ്യാനുള്ള കഴിവില്ല, ഭാര്യ വിട്ടേച്ച് പോകാൻ തുടങ്ങി, പിള്ളേരെ അംഗീകരിക്കത്തില്ല അവര്. സോ ഓരോന്നോരോന്ന് വിട്ടുപോയിട്ടും എനിക്ക് എൻ്റെ ആ ജീവിതം മാറ്റാനുള്ള, ആ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഉന്മേഷം എനിക്കുണ്ടാകുന്നില്ല. കാരണം എനിക്കറിയാം ഞാൻ ഇത് കുടിച്ചോണ്ടിരുന്നാൽ ഞാൻ ചത്തുവും. അവസാനമൊക്കെ മിക്കുള്ള ആൽക്കഹോളിക്കും ഞാൻ കുടിച്ച് ചാകാൻ പോവാന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡോടാണ് നമ്മൾ കുടി നിർത്തുന്നത്. സോ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വരണമെങ്കിൽ ഒരുപാടൊക്കെ അനുഭവിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. വെറുതെ ഈ വായിച്ചിട്ടും ബുക്ക് വായിച്ചാലും എന്ന് പറഞ്ഞാൽ ഞാൻ അത് അനുഭവത്തിൽ കൂടെ എൻ്റെ ജീവിതത്തിൽ കൂടെ വന്ന് എനിക്ക് നൊൻപരം ആയി കഴിയുമ്പോഴാണ് ഞാൻ ചേഞ്ച് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് അതൊരു പാരഡോക്സ്. അത് ഞാൻ ആ ദുഃഖത്തിലും ആ വേദനയിൽ കൂടെ ഞാൻ ചേഞ്ച് ചെയ്യുവാണ്. ഞാൻ കുടി നിർത്തേണ്ട കാരണം എന്തോ, എൻ്റെ ജീവിതം താറുമാറായി, ഇനിയും ബാക്കി നോക്കാനൊന്നും ഇല്ലെന്നുള്ള ഒരു ഇത് വരുമ്പോഴാണ് ഞാൻ ചേഞ്ച് ചെയ്യുന്നത്. നിവർത്തിയില്ലാതെ വരുമ്പോൾ, തീരെ നിവർത്തിയില്ലാതെ വരുമ്പോൾ. അപ്പൊ അവിടാണ് എനിക്ക് ഇച്ചിരി അണ്ടർസ്റ്റാൻഡിങ് വന്നത്. എന്തോ ഒരു ശക്തി, എന്നിൽ കവിഞ്ഞൊരു ശക്തിയാണ് എന്നെ കൊണ്ട് ഇത് നിർത്തിപ്പിച്ചത്. ഇനി ബാക്കിയുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ശക്തി, ഈ ഒരു ദിവ്യമായിട്ടുള്ള ഒരു കഴിവ് ഇനി എന്നിൽ ഉൽപ്പാദിച്ച ആ ശക്തിയെ ഞാൻ വളർത്തിയെടുക്കണം. ഐ ഹാവ് ടു ഗ്രോ സ്പിരിച്വലി. അത് നമ്മൾ ദൈവം എന്ന് വിളിക്കുവോ, ഭഗവാൻ എന്ന് വിളിക്കുവോ, അള്ളാ എന്ന് വിളിക്കുവോ, അതിനൊരു പ്രസിദ്ധതയില്ല. ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളത്. ഇപ്പൊ ഈ 2-ാം പടി വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരുമാതിരി വിശ്വാസമായി. ഞാനിപ്പോൾ 1 മാസം 2 മാസം കുടിക്കാതിരുന്നു. ഈ മാതിരി മീറ്റിങ്സിന് പോകുന്നുണ്ട്. അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ നോക്കുന്നു. അങ്ങനെ 3-ാം പടി വരുമ്പോഴത്തേക്ക് ഞാനൊരു വിശ്വാസി. ഐ കെയിം ടു ബിലീവ് എന്നുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നു. എൻ്റെ പേടികളെല്ലാം, എൻ്റെ കുടിയെന്ന് പറയുന്നത് എൻ്റെ പേടിയെ അപേക്ഷിച്ചായിരുന്നല്ലോ. I used to drink over my fears. The sum of my drinking was equal to the sum of my fears. ആ ഒരു ഫിയറിനെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് ശക്തി വേണം, കറേജ് വേണം. ആ കറേജാണ് ആൽക്കഹോൾ എനിക്ക് തന്നത്. ഞാൻ പേടിച്ചതെല്ലാം ഞാൻ 2 ഡ്രിങ്ക് ചെയ്യുമ്പോൾ ആ പേടി മാറും. പേടി മാറി ഞാൻ ആ ചെയ്യേണ്ടതോ ചെയ്യേണ്ടാത്തതോ ചെയ്യും. എന്നിട്ട് പിന്നെ ആൽക്കഹോളിന്റെ ആ ലഹരി ഇറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ശരിയാണെന്നോ അല്ലയോ എന്നുള്ളത് പോലും ഞാൻ നോക്കത്തില്ല. പക്ഷെ പേടിയാ, ഞാൻ തെറ്റ് കാണിച്ചെങ്കിൽ ഇതിന്റെ പരിവർത്തനം എന്തോ ആയിരിക്കും എന്നുള്ള ഒരു പേടി എന്നിലുണ്ട്. അത് കാരണം ഞാൻ മാർക്കില്ല. സോ അവിടെയും ചേഞ്ച് ആണ് വരുന്നത്. എൻ്റെ ചിന്തയിൽ ഒരു ചേഞ്ച് ഇൻ മൈ തിങ്കിങ്. ഒരു ഡിസിഷൻ, ഒരു തീരുമാനം എടുത്ത് ഞാൻ ദൈവം മുമ്പാകെ എല്ലാം സമർപ്പിക്കും എന്നുള്ളത്. അതൊരു ഓരോ തീരുമാനം മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്തിരുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാനൊരു കാർ മേടിക്കാൻ തീരുമാനിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പോയി കാർ മേടിച്ചു ഇല്ലല്ലോ. തീരുമാനിച്ചു പല ആംഗിൾസിൽ കൂടെ അത് നോക്കണം.
പിന്നെ കാശ് വേണം, ബഡ്ജറ്റ് എടുക്കണം, അതിൻ്റെ കാറിന് ഇത്രയും കാശ് ചിലവാക്കാനുണ്ട്, പിന്നെ ഏത് മോഡലായിരിക്കണം, ഏത് കളറായിരിക്കണം, പിന്നെ അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇന്ത്യ. സോ തീരുമാനിച്ചെന്ന് പറഞ്ഞത് 3-ാം പടിയിൽ മെയ്ഡ് എ ഡിസിഷൻ ടു ടേൺ മൈ വിൽ. ആ ഒരു തീരുമാനം എടുത്ത് എൻ്റെ ജീവിതവും എൻ്റെ ജീവിത രീതിയെല്ലാം ദൈവം മുമ്പാകെ സമർപ്പിക്കുക എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് 4-ാം പടി വന്നിട്ട് I looked at myself, making a searching and fearless moral inventory of us. ഒരു searching fearless moral inventory. searching, തേടി, fearless, പേടിയില്ലാതെ, മോറൽ, മോറലായിട്ടുള്ള ഒരു ഇൻവെന്ററി എടുക്കും. അത് ഞാൻ എന്നെ തന്നെ, അതൊരു വലിയൊരു ഒരു 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 ജീവിത രീതി തന്നെ, എൻ്റെ ജീവിതത്തെ പറ്റി ചിന്തിക്കുന്ന ആ ഒരു രീതി തന്നെ മാറ്റി ഒരു റിബലായിട്ടുള്ള ഒരു മൂവാണത്. എന്നെ തന്നെ, ഞാൻ എന്നിൽ നിന്ന് തന്നെയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ഞാൻ നിർത്തി ഒരു 180 ഡിഗ്രി ടേൺ എടുത്തിട്ട് ഞാൻ എന്നെ തന്നെ നോക്കുവാണ്. അതിന് ഇച്ചിരി യു നീഡ് കറേജ്. ഈ പ്രോഗ്രാം പേടിച്ചു കൂടിയൽക്കുള്ളതല്ല. ഈ പ്രോഗ്രാം എന്ന് പറയുന്ന ഉന്മേഷണവും ദൈവശക്തിയും പ്രാപിച്ചിട്ട് മുന്നോട്ട് നീങ്ങി പോകുന്നവർക്ക് വേണ്ടിയുള്ളത്. ഞാൻ പേടിച്ച് എത്ര നാൾ ജീവിക്കും? അവസാനം വന്ന് ഞാൻ കുടിക്കാതിരിക്കണമെങ്കിൽ എന്നെ വല്ല ജയിലിലോ അല്ലെങ്കിൽ വല്ല അസൈലത്തിലോ കൊണ്ടിടേണ്ടി വരും. പക്ഷെ ഈ പ്രോഗ്രാം എനിക്ക് വാഗ്ദാനം തരുന്നത് എന്തുവാ? സ്വാതന്ത്ര്യത്തോട് ചിന്തിക്കാനും ജീവിക്കുവാനും ഉള്ള ഒരു വഴി ഈ പ്രോഗ്രാം എനിക്ക് കാണിച്ചു തരികയാണ്. എൻ്റെ ഈഗോ, എൻ്റെ പ്രൈഡ് മാറ്റിവെച്ചിട്ട് ഞാൻ മറ്റുള്ളവരുടെ സേവനത്തിൽ ഞാൻ ഇറങ്ങുകയാണ്. ആദ്യം എൻ്റെ സേവനത്തിൽ ഞാൻ ആരാന്നുള്ള ഒരു മനുഷ്യൻ. അപ്പം 4-ാം പടിയിൽ അതാണ് ഞാൻ തിരിഞ്ഞു. എൻ്റെ പേടികൾ, ഞാൻ ദേഷ്യപ്പെട്ടവരോടുകൂടെ, എനിക്ക് ആവശ്യമില്ലാത്ത വേണ്ടാത്ത സെക്ഷുവലായിട്ടുള്ള പ്രോബ്ലംസ്, സോഷ്യലായിട്ടുള്ള പ്രോബ്ലംസ്, മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടുള്ള ഇതെല്ലാം ഞാൻ എൻ്റെ 4-ാം പടിയിൽ കാണുകയാണ്. എന്നെ തന്നെ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി എന്നെ തന്നെ കാണുമ്പോൾ എന്തായിരിക്കും എൻ്റെ റിയാക്ഷൻ? എൻ്റെ റിയാക്ഷൻ, നമ്മൾ ഈ ദൈവകൃപയില്ലായിരുന്നു, ഈ 1-ാം 2-ഉം 3-ാം പടി ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ 4-ാം പടി ചെയ്യാനൊക്കത്തില്ല. 4-ാം പടിയിലോട്ട് ഞാൻ ഇറങ്ങി വന്ന് ഞാൻ എന്നെ തന്നെ കാണുന്നു. 5-ാം പടിയിൽ ഞാൻ എന്നെ കണ്ടത്, എൻ്റെ ആ രൂപം, എൻ്റെ ആ ഒരു ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും എല്ലാം കണ്ടത്, അതിനെ ഞാനൊരു പേപ്പറിൽ എഴുതുവാണ്. പേപ്പറിൽ എഴുതി 5-ാം പടിയിൽ ഞാൻ വേറെ ഒരു മധ്യസ്ഥന്റെ ഇടയ്ക്ക് ഇരുന്ന ദൈവവും admitted to God, to myself and to another human being the exact nature of my wrongs. അപ്പോൾ ഞാൻ ആ ഒരു രീതി ദൈവം മുമ്പാകെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുവാണ്. അതിന് മധ്യസ്ഥമായിട്ട് വേറെ ഒരു ആളൂടെ ഉണ്ട്. ആ ആള് നമ്മുടെ സ്പോൺസർ ആയിരിക്കാം, അല്ലെങ്കിൽ പള്ളിയിലെയോ അമ്പലത്തിലെയോ ഇച്ചിരി മെച്യൂരിറ്റി ഉള്ള ഒരു വ്യക്തിയുടെ മുമ്പിൽ നമ്മൾ അത് സമർപ്പിക്കുന്നത്. അത് സമർപ്പിക്കുന്ന കാരണം എന്താ? എനിക്ക് എന്നെ തന്നെ കള്ളം പറഞ്ഞ് മാറിയിരിക്കാൻ അറിയാം. എൻ്റെ ജീവിതകാലം മുഴുവൻ അതായിരുന്നല്ലോ. സെൽഫ് ഡിസെപ്ഷൻ ആയിരുന്നല്ലോ എൻ്റെ കാര്യം. അപ്പൊ മറ്റേ വേറെ ഒരു ആളുടെ മുമ്പിൽ വെച്ച് ആ സെൽഫ് ഡിസെപ്ഷൻ പറ്റില്ല. അണ്ടർസ്റ്റാൻഡബിളി ഇത് ആൽക്കഹോളിസത്തിൽ കൂടെ പോയി പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും അതിന് നേട്ടം ഒരു നല്ലതായിട്ടുള്ളത്. സോ ആ ഒരു ഈ 4-ാം പടി 5-ാം പടിയും കഴിയുമ്പോൾ ഒരു 6-ഉം 7-ഉം പടിയുണ്ട്. We're entirely ready to have God remove all these defects of character. അപ്പം ഡിഫെക്ട്സ് ഓഫ് ക്യാരക്ടർ എന്താണ്? ഈ ഡിഫെക്ട്സ് ഓഫ് ക്യാരക്ടർ പലപ്പോഴും ഈ ആൽക്കഹോളിക്സ് അനോണിമസ് മീറ്റിംഗ് വരുമ്പോൾ നമ്മൾ പലരും ഈ ഡിഫെക്ട്സ് ഓഫ് ക്യാരക്ടറിനെ പറ്റി പറയുന്നേക്കും. നമുക്ക് ദൈവം, ഞാൻ എന്നെ ജനിച്ചപ്പോൾ എനിക്ക് ചില ഇൻസ്റ്റിങ്സ് തന്നിട്ടുണ്ട്. അത് മലയാളത്തിൽ എന്തോ ആണെന്നുള്ളത് എനിക്കറിയത്തില്ല പറയുന്ന ഇൻസ്റ്റിങ്സ്. ആ ഇൻസ്റ്റിങ് ബേസിക് ഇൻസ്റ്റിങ്സ് ആണ്. ഇൻസ്റ്റിങ്ക്ട് ഓഫ് സർവൈവൽ. നമ്മൾ ജീവനോടല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. സോ ഇൻസ്റ്റിങ്ക്ട് ഓഫ് സർവൈവൽ. ഇൻസ്റ്റിങ്ക്ട് ഓഫ് സെക്സ് അടുത്തത് എന്ന് വെച്ചാൽ നമ്മളെ സൃഷ്ടിച്ചത് പ്രോക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, എന്ന് വെച്ചാൽ വേറെ ഒരു സൃഷ്ടിയെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഈ മനുഷ്യന്റെ ആ ഒരു ഈ ലൈൻ തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയാണ് സെക്ഷുവൽ ഇൻസ്റ്റിങ്ക്ട് തരുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ സെക്ഷുവൽ ഇൻസ്റ്റിങ്ക്ട് നമ്മൾ
ദുരുപയോഗപ്പെടുത്തും. മറ്റുള്ളവരുടെ പരസ്ത്രീയുമായിട്ടുള്ള ബന്ധം, സെക്ഷുവലായിട്ട് പോണോഗ്രഫി, മറ്റുള്ളവരെ വെറുതെ ഓപ്പോസിറ്റ് സെക്സിനെ നമ്മൾ ഡൗൺ സൈസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളുണ്ട്. അതാണ് ക്യാരക്ടർ ഡിഫക്റ്റ്. പക്ഷെ സെക്സ് എന്ന് പറയുന്നത് നമ്മൾ ദുരുപയോഗപ്പെടുത്താതെ വണ്ടർഫുൾ ആയിട്ട് അത് യൂസ് ചെയ്യാൻ വേണ്ടി ദൈവം നമുക്ക് തന്നതാണ്. അത് ദുരുപയോഗപ്പെടുത്തുമ്പോൾ അത് ഒരു വാട്ട് യു കോൾ ക്യാരക്ടർ ഡിഫക്റ്റ് ആകുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ, ഈ മറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് വീട് വേണം, കാശ് വേണം, കാർ വേണം, പല കാര്യങ്ങളും വേണം. പക്ഷെ നമ്മുടെ ആവശ്യത്തിൽ കവിഞ്ഞ് നമ്മളിത് അത്യാഗ്രഹത്തോട് മറ്റുള്ള മാർഗത്തിൽ കൂടെ അത് നമ്മൾ നേടുവാണെങ്കിൽ അതൊരു ക്യാരക്ടർ ഡിഫക്റ്റ് ആണ്. സോ അത് മിക്ക ലോകം ഒട്ടുക്കെ ഉണ്ട്. ഞാൻ നമ്മുടെ ആൽക്കഹോളിസത്തിൽ കൂടെ തന്നെ നോക്കട്ടെ, ഇങ്ങനെ എന്തെല്ലാം കള്ളം പറഞ്ഞു, എന്തെല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ ആൽക്കഹോൾ പോയി കൺസ്യൂം ചെയ്യുന്നത്. സോ ഈ ഒരു ക്യാരക്ടർ ഡിഫക്റ്റ് നമ്മളിലെല്ലാം ജന്മനാൽ ഉള്ളതാണ്. പക്ഷെ നമ്മൾ അതിനെ ഈ തീക്കകത്ത് നമ്മൾ വിറകിട്ട് കിറക്കുന്ന പോലെ അത് ഇട്ട് കത്തിച്ച് നമ്മൾ കുടി നിർത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ഇതെല്ലാം മിസ്യൂസ് ചെയ്ത് അബ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതാണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളത്. ആ 20,000 രൂപ ശമ്പളമുള്ള ഒരുത്തന് ഒരു പർച്ചേസിലാണെന്ന് വിചാരിച്ചോ, അവൻ ആ 20,000 രൂപ മാറ്റി വെച്ചിട്ട് പർച്ചേസിൽ കൂടെ കിട്ടുന്ന കമ്മീഷനും മറ്റേതും മറിച്ചതും കമ്പനിയെ കളിപ്പിച്ചുണ്ടാക്കുന്നതാണ് പാഡിങ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ. ഇറ്റ്സ് എ ക്യാരക്ടർ ഡിഫക്റ്റ്. നമുക്ക് എത്ര ഈ കന്നിനെ കായം കാണിക്കൽ എന്ന് പറയുന്ന പോലെയാണ് കാശിന്റെ കാര്യം പറയുമ്പോൾ, കാശിന്റെ കാര്യമോ സെക്സിന്റെ കാര്യമോ പറയുമ്പോൾ നമ്മൾ എത്ര കിട്ടിയാലും മതിയാകാത്ത. സോ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറണം. സെക്സ് സോ ആ മറ്റേ ക്യാരക്ടർ ഡിഫക്റ്റ് സോഷ്യലായിട്ടുള്ള മറ്റുള്ളവരെ താത്തിട്ട് ഞാൻ വലിയവനാന്നുള്ള ഒരു ഭാവം കാണിക്കുന്നത്, സോഷ്യലായിട്ട് അവൻ ഇൻഫീരിയർ, അവനെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, ക്യാരക്ടർ അസാസിനേഷൻ. അത് ഹാർം ഡൺ ടു അതേഴ്സ്, മറ്റുള്ളവർ നമ്മൾ ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ. നമ്മളൊരു സൊസൈറ്റിയിൽ ഒരു സോഷ്യൽ ആനിമൽസ് ആയിട്ട് ജീവിക്കേണ്ട, പരസ്പരം ഇങ്ങോട്ടും അങ്ങോട്ടും സഹായിച്ചും പരസ്പരം പെരുമാറിയും ജീവിക്കേണ്ട ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ മാറിയിട്ട് ഞാൻ അവനേക്കാൾ വലുതാ, ഞാൻ ഇവനേക്കാൾ ഇതാ, എൻ്റെ മതം ഇതാ, ഞാൻ മറ്റേതാ മറിച്ച. സോ നമ്മൾ എന്താ പറയുന്നത്, അതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് സെഗ്രിഗേഷൻ വരുന്നു. ദൈവം എല്ലാവരെയും, ഗോഡ് ഹാസ് ക്രിയേറ്റഡ് എവരിവൺ ഈക്വൽ. എനിക്ക് എൻ്റെ ആൽക്കഹോളിസം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പലപ്പോഴും വേണ്ടാത്തത് ചിന്തിക്കുകയും പക്ഷെ എനിക്ക് അതിനെപ്പറ്റി ഒരു അറിവില്ലായിരുന്നു. എനിക്ക് ആ ഒരു സ്വഭാവ രീതി എന്ന് പറയുന്നത് എൻ്റെ ജന്മനാലുള്ള ഒരു സ്വഭാവ രീതിയാണ്. സോ അത് ഞാൻ ദൈവം മുമ്പാകെ സമർപ്പിക്കുകയാണ്. 6-7 വി ഹംബ്ലി ആസ്ക്ഡ് ഹിം ടു റിമൂവ് മൈ ഷോർട്ട് കമ്മിങ്സ്. എൻ്റെ ചെറിയ കുറ്റങ്ങൾ ഈ വലിയ ഇതിലോട്ട് പോകുന്നതാണ് ഈ ഷോർട്ട് കമ്മിങ് എന്ന് പറയുന്നത്. ചെറിയ ചിന്തകൾ, ചെറിയ പറയുന്ന ഇന്ന് ഷോർട്ട് കമ്മിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാരണമില്ലാതെ നമ്മൾ ഈ ഡ്രിങ്ക് ചെയ്യുന്നിടത്തോ അല്ലെങ്കിൽ ബാറിലോ ഒന്നും പോകില്ലെന്ന്. അല്ലെ, അതിനുള്ള കാരണം ഉണ്ടെങ്കിൽ സ്പിരിച്വലി നമ്മൾ ഫിറ്റ് ആണെങ്കിൽ യു ക്യാൻ ഗോ. പക്ഷെ അവിടെ പോകില്ലെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിയുമ്പോൾ 2 ദിവസം കൊക്കോകോള കുടിച്ചോണ്ടിരിക്കും. അവിടെ എന്നോ പറയുന്നു. 3-ാം ദിവസം ഒരുത്തൻ ചോദിക്കും, എടാ നീ കുടിക്കുന്നില്ല? ഇല്ല, ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസില്ല. ഞാൻ അന്നേരം വെടായി അടിക്കുക, എനിക്ക് പ്രോമിനൻസ് വേണം, എന്നെ അക്നോളജ് ചെയ്യണം. അപ്പോൾ 4-ാമത്തെ ദിവസം 5-ാമത്തെ ദിവസം ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയിരിക്കും. 6-ാമത്തെ ദിവസം ആകുമ്പോൾ ഐ പിക്കപ്പ് എ ഡ്രിങ്ക്. കാരണം എന്തുവാ, എൻ്റെ മനസ്സ്. വേറെ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഇഫ് യു ഹാങ് അറൗണ്ട് ലോങ് ഇനഫ് ഇൻ എ ബാർബർ ഷോപ്പ് യു വിൽ ഗെറ്റ് എ ഹെയർ കട്ട്. എന്ന് വെച്ചാൽ ഞാനൊരു ബാർബർ ഷോപ്പിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണെങ്കിൽ ഒരു ദിവസം എൻ്റെ തലമുടി വെട്ടും എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. സോ ഐ ഹാവ് ടു ബി കെയർഫുൾ. ഇതെല്ലാം എൻ്റെ ഷോർട്ട് കമ്മിങ്ങും എൻ്റെ ക്യാരക്ടർ ഡിഫക്റ്റിലോട്ട് കൊണ്ടുവന്നു. ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. പിന്നെ ഞാൻ ജീവനോടാണോ മരണത്തോടാണോ ഞാൻ തിരിച്ചു വരുന്നതെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല. സോ ഐ ഹാവ് വൺ മോർ ഡ്രിങ്ക് ഇൻ മീ, ബട്ട് ഐ മേ നോട്ട് ഹാവ് അനദർ റിക്കവറി. സോ അത് ഞാൻ സൂക്ഷിക്കേണ്ടത്, ഞാനിത് ദൈവം മുമ്പാകെ കൊടുക്കുക. ദൈവത്തിലുള്ള വിശ്വാസം. ഞാൻ ഇച്ചിരി മുമ്പേ വേറെ ഒരു വ്യക്തിയോട് ഇതിനെ പറയാം. ഒരു ഫ്ലൈറ്റില് ഒരു കൊച്ചു പയ്യന് ഇരുന്ന് അവന് പെയിന്റിങ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. പെയിന്റിങ്ങോ ഡ്രോയിങ്ങോ ക്രയോൺസ് വെച്ചിട്ട് എന്തോ വരച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം ഈ എയർക്രാഫ്റ്റ് വളരെ വലിയ
ടർബുലൻസിൽ കൂടെ പോയി. പറഞ്ഞിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. ടർബുലൻസ് എന്ന് പറയുന്നത് വോയിഡ് കൂടെ പോകുന്നത്, ഈ അറ്റ്മോസ്ഫിയറിക് വോയിഡ് എന്ന് പറയും. അതിൽ കൂടെ പോകുമ്പോൾ എയർക്രാഫ്റ്റിനെ എടുത്തിട്ട് അടിക്കുന്ന ഒരു അനുഭവം വരും. അതിൽ കൂടെ ഒക്കെ ഈ പയ്യന് ബാക്കിയുള്ളവരെല്ലാം ശബ്ദം ഉണ്ടാക്കി ചത്തുപോവും, ഇതാ മറ്റേതാ മറിച്ചതാ എന്നൊക്കെ പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കി ലഹള ഉണ്ടാക്കി. കൊച്ചിന് ഒരു അനക്കവും ഇല്ല, അവനതങ്ങനെ തന്നെ ഇരുന്നു. അവസാനം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ആ പ്ലെയിന് സ്റ്റഡി ആയപ്പോൾ അവിടുത്തെ പേഴ്സറോ സ്റ്റുവേർഡോ വന്നിട്ട് ചോദിച്ചാൽ, നിനക്ക് എങ്ങനെ ഇത്ര ശാന്തതയോടെ ഇരിക്കുക? നിന്നിൽ നാലിടത്തും എല്ലാരും ഭയങ്കര ശബ്ദത്തോടെയും പേടിയോടെയും ആണല്ലോ പ്രവർത്തിച്ചത്, നീ എങ്ങനെ ശാന്തമായിട്ടിരുന്നത്? അപ്പൊ ആ പയ്യൻ പറഞ്ഞത്, ഈ പ്ലെയിന് ഓടിക്കുന്നത് എൻ്റെ ഫാദറാണ്. സോ സീ ദാറ്റ് ഫെയ്ത്ത്, ആ വിശ്വാസം, അവന്റെ ഫാദറാണ് ആ വിമാനം പറപ്പിക്കുന്നത്. ആ ഒരു വിശ്വാസമാണ് നമ്മുടെ 6th and 7th സ്റ്റെപ്പിൽ കൂടെ നമുക്ക് വരേണ്ടത്. ദൈവം എല്ലാം കൈകാര്യം ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം. ആ വിശ്വാസത്തിലോട്ട് നമ്മൾ വളർന്നു വരുന്നത് ഒരു ആവശ്യമായിട്ട്. ആൽക്കഹോള് നമ്മളെ ഒരു പരിധി വരെ ജീവിച്ച് നടത്തി തന്നു. ആൽക്കഹോൾ ചെയ്യാൻ നോക്കുന്നത് നമുക്ക് ചെയ്തു തന്നു. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ആൽക്കഹോൾ നമുക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അവിടാണ് നമ്മുടെ പ്രോബ്ലംസ് വന്നത്. സോ നമ്മൾ ആൽക്കഹോളിനെ കണ്ടം ചെയ്യുവല്ല, നമ്മൾ ആൽക്കഹോളിനോട് ഒരു നല്ല റെസ്പെക്ട് ഉണ്ടാവുക. ആൽക്കഹോൾ അത് ആയിരിക്കുന്നിടത്ത് അത് നല്ലതാ, പക്ഷെ ആൽക്കഹോളും ഞാനും ചേരത്തില്ല. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോൾ എൻ്റെ ജീവിതം ഒന്നുകൂടെ ഒരു നല്ല രീതിയിൽ കൂടെ മുന്നോട്ട് പോകും. അതാണ് ആ ജീവിത രീതിയാണ് എൻ്റെ 6ലും 7ലും ദൈവം എനിക്ക് തരാൻ നോക്കുന്നത്. എൻ്റെ ക്യാരക്ടർ ഡിഫക്ട്സ് എടുത്തിട്ട് അത് മോൾഡ് ചെയ്ത്. എൻ്റെ ക്യാരക്ടർ ഡിഫക്ട്സ് ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടും എൻ്റെ കൂടെ കാണും. എൻ്റെ സർവൈവൽ എന്ന് പറയുന്നത് ഞാൻ മരിക്കുന്നിടം വരെയുള്ള ഒരു വാട്ട് യു കോൾ ഇറ്റ്, ഒരു പ്രയത്നമാണ്. സെക്സ് എന്ന് പറയുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടേ അത് എന്നിൽ നിന്നും മാറത്തുള്ളൂ. ഓക്കെ, എൻ്റെ സോഷ്യലായിട്ടുള്ള ഓരോ കാര്യങ്ങൾ, അത് ഞാനൊരു സോഷ്യൽ ആനിമലാണ്, ഒരു മൃഗം. ആ ഒരു സൊസൈറ്റിയിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും. നമ്മൾ ആൽക്കഹോളിക്സ് ആയിരുന്നപ്പോൾ നമ്മളെല്ലാം ഒറ്റപ്പെട്ടു പോയിട്ടില്ലായിരുന്നു. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കുടിക്കും, ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കും, ഒറ്റയ്ക്കിരുന്ന് പ്രവർത്തിക്കും. എന്തോ ഒരു ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു. സോ ആ ഒറ്റപ്പെട്ടു പോകാതിരിക്കാനായിട്ടാണ് സൊസൈറ്റിനെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത്. സോ ഈ എലമെന്റ്സ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് ദൈവസഹായവും ദൈവകൃപയും ഉണ്ടായെങ്കിലേ പറ്റത്തുള്ളൂ. ആ ഒരു ഉറപ്പ്. ഈ ബിഗ് ബുക്ക് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഹയർ പവറിനെ കണ്ടെത്തുവാനുള്ള ഒരു അന്വേഷണമാണ്. ഈ ഒരു ബുക്കിൽ കൂടാണ് നമുക്ക് നമ്മളിൽ കവിഞ്ഞ ഒരു ശക്തി, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ശക്തി നമ്മളിൽ ഉണ്ടായിട്ട് ജീവിതം നമ്മുടേത് മെച്ചപ്പെടുത്താൻ സഹായിക്കാൻ ഒക്കുന്നത്. സോ 7th and 8th. അപ്പം 8ൽ വരുമ്പോൾ മെയ്ഡ് എ ലിസ്റ്റ് ഓഫ് ഓൾ പേഴ്സൺസ് ഐ ഹാഡ് ഹാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ കാരണം എന്തുവാന്ന് വെച്ചാൽ, നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക, നമ്മളെ തന്നെ നമ്മുടെ ഓർമ്മകൾ പുതുക്കുകയാണ്. എന്ന് വെച്ചാൽ 10ാം പടി വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടി എന്നുള്ള ഒരു അറിവ് വേണമെങ്കിൽ ബാക്കിയുള്ളത് നമ്മൾ ചെയ്തെങ്കിലേ ആ അറിവ് വരുത്തുള്ളൂ. അത് കാരണമാണ് ഞാൻ ഈ ഓരോ സ്റ്റെപ്പായിട്ട് പോകുന്നത്. ആ ഒരു 8ാം പടി വരുമ്പോൾ ഞാൻ ഈ 4ാം പടി ചെയ്തിട്ടുള്ള എല്ലാ ലിസ്റ്റിലും ഉള്ള പേരുകൾ ഞാൻ എഴുതി ഒരു പേപ്പറിൽ എഴുതും. പേപ്പറിൽ എഴുതിയിട്ട് അതിന് അഗൻസ്റ്റ് ആയിട്ട് ഞാൻ എന്തുകൊണ്ട് ഈ മനുഷ്യനെ വെറുക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യനെ ഞാൻ എന്തുകൊണ്ട് ദേഷ്യപ്പെടുന്നു, ഈ ഒരു പെണ്ണും പിള്ളെ ഞാൻ കാണുമ്പോൾ എനിക്ക് എന്തുകൊണ്ടാ ഈ മോഹങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ വാട്ട് യു കോൾ ഇറ്റ് ഇൻഫാറ്റുവേഷൻ വരും, ഇംഗ്ലീഷിൽ പറയും. അവർ കാണുമ്പോൾ ഞാൻ അവരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവരെ ഞാൻ അൺഡ്രസ് ചെയ്യും എൻ്റെ മനസ്സിൽ. സോ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ 4th സ്റ്റെപ്പിൽ എഴുതി വെച്ചത്. അപ്പൊ ഇവിടെ വരുമ്പോൾ ഞാൻ ഇതെല്ലാം ലിസ്റ്റ് ചെയ്യുവാണ്. ഞാൻ ദ്രോഹിച്ചിട്ടുള്ളവരുടെ എല്ലാം പേരുകൾ, ഞാൻ വാട്ട് യു കോൾ കാശ് കൊടുക്കാനുള്ളവര്, ഞാൻ ദേഷ്യവും ശാഠ്യവും കാണിച്ചു. പിന്നെ മോസ്റ്റ് ഓഫ് ഓൾ അതെൻ്റെ വീട്ടുകാരും എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സും അങ്ങനെയൊക്കെ ഉള്ളവരാണ് എൻ്റെ ഈ ദുർപ്രവൃത്തിയും എൻ്റെ ഈ മാതിരിയുള്ള സ്വഭാവങ്ങളും അനുഭവിച്ചത്.
അവരോടെല്ലാം ഞാൻ ഇതിനൊരു പ്രായശ്ചിത്തം ചെയ്യണമെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഞാനത് ചെയ്തതെന്ന് അറിഞ്ഞവാണെങ്കിൽ അതിന് ആ ഒരു പ്രായശ്ചിത്തത്തിന് ഒരു 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 ഉണർവുണ്ടാകും. അല്ലാതെ വെറുതെ അങ്ങ് ചെയ്തുകൊണ്ട് കാര്യമായില്ല. ഞാൻ വിലരെ ഒന്ന് ഞോണ്ടിയിട്ട് സോറി എന്ന് പറയുന്ന പോലല്ല. നമ്മൾ മറ്റുള്ളവരുടെ ശരീരത്തിൽ തൊടുന്ന, അവരുടെ പെർമിഷൻ ഇല്ലാതെ തൊടുന്നതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഒഫെൻസീവ്. അതിനി നമ്മുടെ വീട്ടുകാരാന്നേലും നാട്ടുകാരാന്നേലും ആരാന്നേലും. സോ അങ്ങനൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പലരെയും നമ്മൾ അതൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്, ഇങ്ങനെ ദേഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ ഹാംസ് എന്ന് പറയുന്നത്. നമ്മൾ വേണ്ടാതെ അവരെ പറ്റി ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എഴുതി വെക്കും. കാശ് കൊടുക്കേണ്ടിയവരുടെ കാശിന്റെ അമൗണ്ട് ഒക്കെ എഴുതി വെച്ചിട്ട് അത് എങ്ങനെ അത് തിരിച്ച് കൊടുക്കാൻ ഒക്കുമെന്ന്. ഞാൻ കൂടി നിർത്തിയ ഉടനെ എനിക്ക് ഒരു ജോലി കിട്ടി. ആ ജോലി കിട്ടിയ ഉടനെ എല്ലാം കൂടെ ഞാൻ എടുത്ത് ഈ കൊടുക്കാനുള്ളവർക്ക് കൊടുത്ത എൻ്റെ വീട് പട്ടിണിയായി പോകും. അവർ ഒന്നാമതേ പട്ടിണിയായിരുന്നു എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുടി കാരണം. ഇപ്പം രണ്ടാമത് വരുമ്പോൾ ഈ ഈ ഇച്ചിരി പ്രൂഡൻ്റ് ആയിട്ട് നമ്മളത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഒരു സ്പോൺസറോ അല്ലെങ്കിൽ അടുത്ത ഫ്രണ്ടിനെ കൂടി ഇരുത്തിയിട്ട് വേണം അത് ചെയ്യാൻ. ഇപ്പം നമ്മൾ അവർക്ക് കൊടുക്കാനുള്ളത് ഒരു പ്ലാൻ ഉണ്ടാക്കി അതൊക്കെ ചെയ്യും. അപ്പം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഓരോ പ്ലാനും ഓരോ മറ്റുള്ള ഒരു ദൈവത്തെ എന്നിൽ കവിഞ്ഞൊരു ശക്തിയിൽ എൻ്റെ ജീവിതം കൊടുത്തിട്ട് ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത്. ഇതെല്ലാം എനിക്ക് ഈ പുതിയതായിട്ടുള്ള, പക്ഷെ എന്തോ ഞാൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് സംതിങ് ഈസ് വർക്കിംഗ്. അപ്പൊ എന്തോ പ്രവർത്തിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഞാൻ ആയിരുന്ന ഒരു മനുഷ്യനല്ല ഞാനിപ്പം ഒരു 8ാം പടി വരുമ്പോഴത്തേക്ക്. ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. എൻ്റെ ചിന്താഗതികളും എൻ്റെ ചിന്തയും എല്ലാം വേറെ ആയിട്ട് മാറി. ഞാൻ തന്നെ വേറെ ഒരു വ്യക്തിയായി. എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ ചിലപ്പം പാടായിരുന്നു ഈ ഒരു സന്ദർഭത്തിൽ. ഒരു 6 മാസം 7 മാസം 8 മാസം ഒക്കെ ആയപ്പോഴത്തേക്ക് മനുഷ്യർ എന്നിൽ അടുത്തുള്ളവരൊക്കെ ഓരോന്നൊക്കെ എന്നെ എന്നിൽ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. ചിലത് നല്ലത്, ചിലത് തീയത്. പക്ഷെ അത് അംഗീകരിക്കാൻ ഞാൻ റെഡിയായി. അപ്പൊ ഈ 8ലും 9ലും എൻ്റെ തലയിൽ കെട്ടിയിരിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ പേരുണ്ട്. ഞാൻ അവരോട് ചെയ്തിട്ടുള്ള വികൃതികളും നാശനഷ്ടങ്ങളും എല്ലാം എൻ്റെ തലയിലുണ്ട്. ഞാൻ വേണ്ടാതെ ശാഠ്യം കാണിച്ചിട്ടുള്ളവരോട്, വേണ്ടാത്തവരെ കൈപൊക്കി അടിച്ചവരെ, ചീത്ത പറഞ്ഞവരെ, ഇവരെല്ലാം എൻ്റെ തലയിലുണ്ട്. ഇപ്പൊ ഈ ഒരു 8, 9ാം സ്റ്റെപ്പ് വരുമ്പം ഞാൻ പ്രായശ്ചിത്തം ചെയ്യാൻ ഓരോരുത്തരെയും ഞാൻ എടുത്തിട്ട് ഞാൻ പ്രായശ്ചിത്തം ചെയ്യും. ചിലത് ചെയ്യാനൊക്കത്തില്ല. ചിലർ മരിച്ചുപോയി കാണും, ചിലര് ആ സ്ഥലം വിട്ടിട്ട് പോയി കാണും. സ്ത്രീകളാണെങ്കിൽ അവര് കല്യാണം കഴിഞ്ഞിട്ട് അവർ കുടുംബമായിട്ട് ജീവിക്കുന്നതായിരിക്കും. സോ ഇതിലെല്ലാം ഞാൻ എങ്ങനെ പ്രൂഡൻ്റ് എന്ന് വെച്ചാൽ സൂക്ഷ്മതയോടെ അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഈ പ്രായശ്ചിത്തം ചെയ്യുന്നതെന്ന് പറയുന്നത് ഐ മീൻ ഇറ്റ്. അത് ഞാൻ എന്നെ തന്നെ ക്ഷമിച്ചെങ്കിലേ എനിക്ക് ബാക്കിയുള്ളവരെയോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിനോ എനിക്ക് ക്ഷമ മേടിക്കാനൊക്കത്തുള്ളൂ. അപ്പം പതുക്കെ എനിക്ക് എന്നെ തന്നെ ക്ഷമിക്കാൻ തുടങ്ങി. ഞാൻ ജീവിതത്തിൽ നിന്ന് ഓടിപ്പോകുന്നത് നിർത്തി. ഞാൻ ജീവിതത്തെ നേരിടാൻ തയ്യാറായി. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകുറ്റങ്ങളും കുറവുകളും എല്ലാം ഞാൻ കണക്കിട്ടിട്ട് അത് ചെയ്തു. പലരും മരിച്ചുപോയി കാണും, അല്ലെങ്കിൽ ചിലര് വിട്ടുപോയി കഴിഞ്ഞെന്ന് പറയുന്നത്. എൻ്റെ തിയറി അനുസരിച്ച് വെൻ ദ സ്റ്റുഡൻറ് ഇസ് റെഡി ദ ടീച്ചർ വിൽ അപ്പിയർ. ഞാൻ റെഡിയായിട്ട് തയ്യാറായിട്ട് ഇരിക്കുക എന്നാണ് എൻ്റെ ദൗത്യം അല്ലെങ്കിൽ എൻ്റെ കടപ്പാട്. ഐ ഹാവ് ടു ബി റെഡി. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം അത് എൻ്റെ മുന്നിൽ സാധിക്കാൻ കൊടുക്കുമ്പം ഞാൻ അന്നേരം പോയി ചെയ്യും. എൻ്റെ ഫാദറിനോട് എനിക്ക് അമെൻഡ് ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ ഫാദറും ഞാനുമായിട്ട് വളരെ ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പ് അല്ലായിരുന്നു. ഞാൻ എൻ്റെ ഫാദറിനെ എപ്പോഴും ബ്ലെയിം ചെയ്യുമായിരുന്നു. പുള്ളിയുടെ പൊട്ടൻഷ്യൽ, അന്നത്തെ കാലത്തെ ഒരു എഞ്ചിനീയർ ആയിരുന്നു, മറീൻ എഞ്ചിനീയർ, സ്കോളർഷിപ്പ് ഒക്കെ മേടിച്ച് റോയൽ ഇന്ത്യൻ നേവിന്ന് എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു വ്യക്തിയായിരുന്നു. പുള്ളിയുടെ പൊട്ടൻഷ്യൽ ഇസ് നോട്ട് റൈറ്റ് എന്ന് പറഞ്ഞ പുള്ളിയെ ഞാൻ ഒത്തിരി ശാഠ്യം കാണിച്ചിട്ടുണ്ട്. യു ഡോണ്ട് നോ ഹൗ ടു ഏൺ, യു ഡോണ്ട് നോ വാട്ട്. ഞാൻ ഇന്ന് എൻ്റെ ജീവിതം നോക്കുമ്പോൾ എനിക്ക് ഒന്നുമില്ല. പുള്ളി ഒത്തിരി ഇല്ലെങ്കിൽ
ആ ജോലിയിൽ കൂടെ ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്. ഒത്തിരി പേർക്ക് തലയ്ക്ക് മീതെ ഒരു കൂര ഉണ്ടാകാൻ സഹായിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡ്സ്. അപ്പം ഒരു ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ പുറത്തായിരുന്നു. അപ്പോൾ ഒരു വെക്കേഷൻ തിരിച്ചു വന്നപ്പോൾ ഈസ്റ്ററിന്റെ സമയമാണ്. എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞു, നീ പള്ളിയിൽ പോകുന്നില്ലേടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പള്ളി എന്ന് പറയുന്നത് ആൽക്കഹോളിക്സ് അനോണിമസ് ആണ്. ഇതൊരു 12-20 കൊല്ലം മുമ്പുള്ള, എൻ്റെ ഫാദർ മരിച്ചിട്ട് ഇപ്പോൾ 6 വർഷമായി. സോ ഇറ്റ് കുഡ് ബി അബൌട്ട് 12 years ബാക്ക്, 12 വർഷം മുമ്പായിരിക്കും. പുള്ളിക്ക് വളരെ ദേഷ്യം വന്നു. ഇത് പള്ളി ഇതാ മറ്റേ പുള്ളി വലിയ പള്ളിക്കാരനാണ്. പള്ളി പണിയുകയും പള്ളിയിലെ ആരാധനയ്ക്ക് കൂടുകയും ഒക്കെയുള്ള ഇതാ. ഈ ഒരു മോനുണ്ടായി, മുഴുവൻ കുടിയും താൻ തോന്നി ഇവിടെ കൂട്ട് ഇവിടെ അവിടെ വേണ്ടിയ പോലെ നടക്കുന്ന ഒരുത്തന്നെ. ഇപ്പൊ അവൻ കുടി നിർത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വ്യത്യാസമേ എൻ്റെ ഫാദർ എന്നിൽ കാണുന്നു. സോ എൻ്റെ ഫാദർ എന്നോട് വഴക്കിടാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഫാദറിനോട് പറഞ്ഞു, എനിക്കൊരു അരമണിക്കൂർ ഞാൻ വന്ന് ഡാഡിയോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പോയി ഒരു പാഡ് എടുത്തിട്ട് ഒരു 10-12 ഇൻസിഡൻസ് ഞാൻ ആ പാഡിനകത്തോട്ട് എഴുതി. എന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ ഫാദറിൻ്റെ അടുക്ക് പോയിട്ട് ഇരുന്നിട്ട് ഞാൻ എൻ്റെ ഫാദറിനോട് പറഞ്ഞു, ഓരോ കാര്യങ്ങളും 12 പോയിന്റ്സ് ഉള്ളത് 12 ഞാൻ എലാബറേറ്റ് ചെയ്ത് കൊടുത്തു. ഞാൻ എന്തുകൊണ്ട് എൻ്റെ ഫാദർ വിചാരിക്കുന്ന ഒരു മകനായി തീർന്നു എന്നുള്ളത്, എന്തുകൊണ്ട് ഞാൻ എപ്പോഴും ദേഷ്യത്തിലാണ്, എന്തുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ കൂടെ ഇടപെട്ട് ജീവിക്കാൻ ഒക്കാത്തതിന്റെ കാരണം, എൻ്റെ ഭാര്യയെ എന്തുകൊണ്ടാണ് ഞാൻ വെറുക്കുന്നത്. ഇതെല്ലാം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ എടുത്ത് എൻ്റെ ഫാദറിൻ്റെ കൂടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ എന്നോട് ചോദിച്ചു, എടാ നീ ഇത്രയും പ്രോബ്ലംസിൽ കൂടെ പോകുന്ന ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന്. ആ ഒരു ടോൺ, എൻ്റെ ഫാദറിന്റെ ആ ടോൺ കേട്ടപ്പോൾ മനസ്സിലായി പുള്ളിക്ക് അകത്തുനിന്ന് സഹതാപവും സങ്കടവും ഉണ്ടായി. ഞാൻ ചെയ്യേണ്ടത് എൻ്റെ ninth step അമെൻഡ് ഞാൻ എൻ്റെ ഫാദറിനോട് ചെയ്യുകയാണ്. ഹോണസ്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ ഫാദറിനെ മനസ്സിലാക്കി. ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. ആ പരിവർത്തനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദറിന്റെ ആറ്റിറ്റ്യൂഡ് എന്നോടുള്ളത് തന്നെ മാറി, എനിക്കും എൻ്റെ ഫാദറിനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറി. ഇപ്പോഴും പല കാര്യങ്ങളിൽ ഞാൻ എൻ്റെ ഫാദറിനോട് എഗ്രി ചെയ്യുന്നില്ല, ചെയ്തതും എഗ്രി ചെയ്തു. പക്ഷെ ദാറ്റ് ഇസ് വാട്ട് ഹ്യൂമൻ ബീങ്സ് ആർ. അതാണ് മനുഷ്യത്വവും മാനുഷികമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ എന്നുള്ളത് ഇന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉണർവ് ദൈവം തന്നിട്ടുണ്ട്, ഒരു മെച്യൂരിറ്റി ദൈവം തന്നിട്ടുണ്ട്. സോ ഞാൻ ആരെയും കണ്ടം ചെയ്യുവോ ആരെയും ക്രിട്ടിസൈസ് ചെയ്യുവോ അതോ ജഡ്ജ്മെന്റൽ ആകുവോ ചെയ്യാതിരിക്കാനാണ് ഇത് ഇവിടെ വന്നത്. അപ്പൊ ആ ഒരു അമെൻസ് ചെയ്ത് കഴിയും, കണ്ടിന്യൂ ടു ടേക്ക് പേഴ്സണൽ ഇൻവെന്ററി ആൻഡ് വെൻ യു ആർ റോങ് പ്രോംപ്റ്റ്ലി അഡ്മിറ്റ്. ഇത് 10ാം പടിയുടെയാണ്. ആ 10ാം പടി എന്ന് പറയുന്നത് ഈ 8ഉം 9ഉം ചെയ്ത് കഴിയുമ്പോൾ ഈ പ്ലാറ്റ്ഫോം ഇപ്പോഴത്തേക്ക് ക്ലീൻ ആവുകയാണ്. ഒരു ബ്ലാക്ക് ബോർഡ് മുഴുവൻ എഴുതി വെച്ചത് ഡസ്റ്റർ വെച്ചിട്ട് അത് മായ്ച്ചു കളയുകയാണ്. അറിഞ്ഞുകൊണ്ട് മായ്ച്ചു കളയുന്നതും അറിയാതെ മായ്ച്ചു കളയുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ഒബ്ജക്റ്റീവാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ ജീവിതം, എൻ്റെ പെരുമാറ്റം എല്ലാം ആ ബ്ലാക്ക് ബോർഡിലുണ്ട്. അത് ഞാൻ മാറ്റി കഴിഞ്ഞിട്ട് ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണ്. അപ്പം എന്നും വൈകിട്ട് ഞാൻ റെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ കിടക്കുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ അന്നത്തെ ദിവസം എങ്ങനെ പോയെന്നുള്ളത് ഞാൻ നോക്കും. ഇതിനകത്ത് പറയുന്നത് വി ഹാവ് എൻറ്റേർഡ് ദ റൂം ഓഫ് എ സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. ഇത് വരുമ്പോഴത്തേക്ക് ഐ ഹാഡ് സീസ് ഫൈറ്റിംഗ് 10 step promises ഉണ്ട്. അതിനകത്ത് ആ 10 step promise പറയുന്നത് and now we have cease fighting anything or anyone, even alcohol, for by this time sanity will have returned. We will seldom be interested in liquor. If we are tempted, we recoil from it as from a hot flame. We react sanely and normally, and we will find that this has happened automatically. We will see that our new attitude towards liquor has been given to us without any effort on our part. It just comes. This is the miracle of it. We are not fighting it, neither are we avoiding temptation.
we feel that we had been placed in a position of neutrality, safe and protected. We have not sworn it off. Instead, the problem was being removed. It does not exist for us anymore. That is how we react as long as we keep in spiritual condition. So, ഇത് പേജ് 85-ലുള്ളതാണ് ഞാൻ വായിച്ചത്. 84-84 ബോട്ടം ലൈനും 10-ാം പടി പ്രോമിസസ് ആണ്. സോ ഞാൻ ഈ ഒരു ദിവസം എൻ്റേത് ഒന്ന് പ്ലോട്ട് ഔട്ട് ചെയ്ത് രാവിലെ എണീച്ച് 10-ാം പടി വരുമ്പോഴത്തേക്ക് ഒരുമാതിരി ഒരു ഡിസിപ്ലിൻ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. മറ്റേ ഒരു ലക്കും പൊക്കാണോ ഇല്ലാത്ത ഒരു ജീവിതം മാറിയിട്ട് ഇപ്പോൾ ഇച്ചിരി ഒരു ഡിസിപ്ലിൻ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സ്പിരിറ്റ് എൻറിച്ച്, ആത്മാവിനൊരു ദിശ, ജീവിതത്തിൽ ഒരു സന്തോഷം, ജീവിതം കൊണ്ട് എനിക്ക് എന്തെല്ലാം കുറെ നേടാൻ ഒക്കുമെന്നുള്ള ഒരു വിചാരം, ഇതൊക്കെ വന്നു തുടങ്ങി. ഒരു ചുമതലാബോധം എനിക്ക് വന്നു തുടങ്ങി. ഇനിയിപ്പം ആ ഒരു ചുമതല വന്നു കഴിഞ്ഞുകൊണ്ട് അതങ്ങ് എല്ലാം നിർത്തും? ഇല്ല. ഇനിയും ഞാൻ ഇന്ന് രാത്രിയിൽ സ്ലേറ്റയിൽ എഴുതാൻ പോകുന്നത് ഇന്നത്തെ ദിവസത്തെ എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, ഞാൻ അതെങ്ങനെ കൈകാര്യം ചെയ്തെന്നുള്ളതാണ്. അപ്പൊ ഞാനത് കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവും, ഞാൻ ഇന്ന് ദേഷ്യത്തോടാണ്, എൻ്റെ ഭാര്യയോട് ഞാൻ ദേഷ്യപ്പെട്ടു. ആ ദേഷ്യപ്പെട്ടതിൻ്റെ കാരണം എന്താന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കും. ഞാൻ ഇന്ന് കാറിൽ കൂടെ പോയപ്പോൾ എന്നെ ആരാണ്ട് ഓവർടേക്ക് ചെയ്തതിന് ഞാൻ എൻ്റെ വിരൽ മേളിലോട്ട് കാണിച്ചു. കാരണം എന്തുവാ? എൻ്റെ ഈഗോയെ എനിക്ക് ബാധിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചെയ്തത്. അപ്പൊ ഈ മാതിരിയുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ പോയത് ഞാൻ ആ റിവ്യൂ ചെയ്തിട്ട് അന്നേരം എൻ്റെ ഭാര്യയോട് അവൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ പോയി ക്ഷമ ചോദിക്കും. ഞാൻ ചെയ്തതിൻ്റെ കാരണം ഇതാണ്. ഈ മിഡിൽ ഫിംഗർ ഞാൻ എന്തിനാ പൊക്കിയത്? കാരണം ഞാൻ മറ്റുള്ള എന്തോ കാര്യത്തിൽ ദേഷ്യപ്പെട്ടാണ്. എൻ്റെ ഓഫീസിൽ കുറെ പേപ്പേഴ്സ്, കുറെ ഫയൽസ് എൻ്റെ മേശപ്പുറത്ത് വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ അത് എത്തിയില്ല. അപ്പോൾ ഞാൻ ഡിസപ്പോയിന്റഡ് ആയി. ഞാൻ ചോദിക്കേണ്ടവരോട് അത് ചോദിച്ചില്ല, കാരണം ഞാൻ ചോദിച്ചാൽ ചിലപ്പോൾ ദേഷ്യപ്പെട്ടു. അപ്പൊ ആ ഒരു ദേഷ്യം ഞാൻ പുറത്ത് പ്രകടിപ്പിച്ചു. അത് ഞാൻ റെക്ടിഫൈ ചെയ്യണം. എനിക്ക് ക്ഷമയും പേഷ്യൻസ്, ടോളറൻസ്, ഇത് എനിക്ക് ഇൻകൾക്കേറ്റ് ചെയ്യണം. ദൈവമായിട്ട് ഞാൻ ചോദിച്ചാൽ എനിക്ക് പേഷ്യൻസ് എന്ന് പറയുന്ന, ക്ഷമയെന്ന് പറയുന്ന ഒരു പാക്കറ്റിനകത്ത് ഇട്ട് തരത്തില്ല. ക്ഷമയെന്ന് പറയുന്ന ഒരു സാഹചര്യം എനിക്ക് ഒരുക്കിയിട്ട് ക്ഷമ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം ദൈവം എനിക്ക് തരും, എന്നെ പഠിപ്പിക്കും. അതിന് അപ്പൊ അതിനുള്ള വിശ്വാസം വേണം. പക്ഷെ എന്നെ കൊണ്ടെല്ലാം പറ്റത്തില്ലെന്നുള്ള. അപ്പൊ ആ ദിവസം രാത്രി ഞാൻ കിടക്കുന്നതിന് മുമ്പേ ഈ ഒരു കംപ്ലീറ്റ് ഡേ ഞാൻ റിവ്യൂ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെയും ഞാൻ റിവ്യൂ ചെയ്തായിരിക്കുവാണെങ്കിൽ ആ 4-ാം പടിയിലോട്ട് ചെയ്ത മാതിരി ചെയ്യേണ്ടി വരും. പിന്നെയും പോയി ആ വേണ്ടിയതും വേണ്ടാത്തതും കളകവും, ഇറ്റ്സ് എ മെസ്സി ലൈഫ്. ആ മെസ്സിലോട്ട് പിന്നെയും പോകാതിരിക്കണമെങ്കിൽ അന്നത്തേത് ഞാൻ ചെയ്യേണ്ടത് ചെയ്യുകയാണ്. എൻ്റെ കർത്തവ്യം, എൻ്റെ ചുമതല ഞാൻ നിർവഹിക്കുകയാണ്. നമ്മുടെ സോബറായി കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യമായിട്ട് എൻ്റെ റിസൾട്ട് മനസ്സിലാകുന്നത് നമ്മുടെ വീടുകളിലാണ്. നമ്മുടെ ഭാര്യയെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, നമ്മുടെ പിള്ളേരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവരെ, ജോലിക്കാരെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, ഇതെല്ലാം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണേറ്റ് ടു ഹൗ ഐ ട്രീറ്റ് മൈസെൽഫ്. അപ്പൊ ഞാൻ എന്നെ പറ്റി തന്നെ നന്മ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവരെ ആരെയും ട്രീറ്റ് ചെയ്യാനൊക്കത്തില്ല, ഒന്നും ചെയ്യാനൊക്കത്തില്ല. ആ ഒരു വഴിയിലോട്ട് പോകുമ്പോൾ ദൈവസഹായം, ദൈവകൃപയോ ഇല്ലെങ്കിൽ എൻ്റെ ട്രീറ്റ്മെന്റിനോ എൻ്റെ പ്രോഗ്രാമിനോ എൻ്റെ സ്റ്റെപ്സ് ഞാൻ ചെയ്തുകൊണ്ടോ ഒരു പ്രയോജനമില്ല. എൻ്റെ സ്റ്റിങ്കിങ്, അൺട്രീറ്റഡ് ആൽക്കഹോളിസം ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ വീണ്ടും തിരിച്ചു വരും. സോ ഐ ഹാവ് ടു ബി ഞാൻ പ്രോഗ്രാമിൽ വരുന്ന either God is or God is not. അതിനകത്ത് പിന്നെ പറയുന്നത്, നീ either you are pregnant or you are not pregnant. ഹാഫ് പ്രഗ്നൻസി വരുന്നില്ല. ഇപ്പം ഈ സോട്ട് ത്രൂ പ്രയർ ആൻഡ് മെഡിറ്റേഷൻ, നമ്മളൊരു വിശ്വാസത്തോടാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത്. ആ വിശ്വാസം പല കാര്യങ്ങൾ എന്നിൽ നിന്നും മാറ്റി എന്നെ രൂപീകരിച്ച് ഒരു പുതിയൊരു മനുഷ്യനാക്കി നിങ്ങളുടെ മുമ്പിൽ നിർത്തിയത്. എന്നിൽ എന്തോ ഉണ്ട് നിങ്ങൾക്ക് തരാനായിട്ട്, അതല്ലേ നിങ്ങൾ എന്നെ വിളിച്ചത്. ആ കിട്ടിയ വരം എവിടുന്ന് കിട്ടി? എൻ്റെ ചിന്ത കൊണ്ടോ അല്ല, എൻ്റെ വികാരം കൊണ്ടോ അല്ല, അതൊരു ദൈവകൃപയാണ്. ആ ഒരു കൃപ എനിക്ക് വന്നിട്ട് അന്നത്തേത് ഞാൻ ചെയ്തിരുന്നതിന്
ഞാൻ മാപ്പ് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ നല്ലത് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അംഗീകരിച്ച് എനിക്ക് എൻ്റെ മുഖത്ത് ഒരു ചിരി വരും. എടാ, ഞാൻ ഒരു മനുഷ്യനിൽ ഞാൻ നടന്നു പോകുമ്പോൾ ആരാണ്ട് വന്ന് എന്നോട് കാശ് ചോദിച്ചു, ഞാൻ അയാളുടെ രൂപം കണ്ടിട്ട് അയാളുടെ കാശ് കൊടുത്താൽ ശരിയാകത്തില്ല. ഞാൻ ചോദിച്ചത് വല്ലതും കഴിക്കാൻ മേടിച്ചു തരട്ടെ, കഴിക്കാൻ വേണമെന്ന്. അയാളെ കൊണ്ടുപോയി ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി അയാൾക്ക് വേണ്ടി എത്രയും തിന്നാനുള്ള എന്തുവാന്ന് വെച്ചാൽ മേടിച്ചു കൊടുക്കുക. ഇത് ഞാൻ ചെയ്യുന്നത് ഞാൻ അറിവോടല്ല, ഇറ്റ് ഹാപ്പൻസ് ഓട്ടോമാറ്റിക്കലി. അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത്, ദൈവമേ, എന്നിലില്ലാത്ത കാശായിരിക്കും ചിലപ്പോൾ ഞാൻ കൊടുക്കുന്നത്. ഐ എം പ്രാക്ടീസിങ് സെൽഫ് ലവ് പ്ലസ് ലവ് ഫോർ അനദർ ഹ്യൂമൻ ബീങ്. ഇതെല്ലാം നമ്മളിൽ എല്ലാവരിലും ഉള്ള ഓരോ ഗുണങ്ങളാണ്. ആ ഗുണങ്ങളെല്ലാം ഈ മദ്യം മുഖാന്തരം മൂടി വെച്ചേക്കുമായിരുന്നു. ഇപ്പൊ ആ മൂടലെല്ലാം ഓരോന്നോരോന്നായിട്ട് മാറ്റിയിട്ട് ഒരു മനുഷ്യനായിട്ട് ജീവിക്കുകയാണ്. സോ ഞാൻ എന്നെ തന്നെ മറന്ന് പ്രവർത്തിക്കുമ്പോഴോ ഈ 12-ാം അടി പറയുന്ന പോലെ carrying this message to other alcoholics and to practice these principles in all our affairs. So I am carrying this message. എൻ്റെ പ്രവൃത്തിയും എൻ്റെ ജീവിത രീതിയും കാണുമ്പോഴാണ് അട്രാക്ഷൻ വരുന്ന മനുഷ്യർക്ക്. ഇവന് ഗട്ടറിൽ കിടന്നവൻ ഇപ്പൊ ഇങ്ങനെ രൂപീകരിച്ച വേറെ ഒരു വ്യക്തിയെ ഒരു ജീവിയായിട്ട് എങ്ങനെ ജീവിക്കാൻ ഒക്കുന്നെന്നുള്ള ക്വസ്റ്റ്യൻ പലരുടെ മനസ്സിൽ നിന്നും വരും. ആ ഒരു മനസ്സിൽ നിന്ന് വന്നിട്ട് നമ്മളോട് വന്ന് ചോദിക്കും, ഹൗ ഡിഡ് യു ഡു ഇറ്റ്? സോ ദാറ്റ് ഇസ് അട്രാക്ഷൻ. അല്ലാതെ ഞാൻ ആരോടും പ്രൊമോട്ട് ചെയ്യുമല്ല. എൻ്റെ ജീവിതം കൊണ്ട് തന്നെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരും. എനിക്ക് തന്നെ പഴയ രീതിയും ഇപ്പോഴുമായിട്ട് നോക്കിയാൽ മനസ്സമാധാനത്തോട് കിടന്ന് ഉറങ്ങും. തെറ്റുകുറ്റങ്ങളെല്ലാം അന്നന്നത്തേതങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു മനുഷ്യനെ പോലെ കിടന്നുറങ്ങാം. ഓരോ ഭാര്യയുടെ കൂടെ സൈഡിൽ കിടക്കുന്ന നാട്ടുകാര്യവും വീട്ടുകാര്യവും പിള്ളേരുടെ കാര്യവും സംസാരിക്കാം, ചർച്ച ചെയ്യാം. അല്ലാതെ എൻ്റെ കാര്യമോ എന്നോട് സംസാരിച്ചില്ല അതുകൊണ്ട് ഞാൻ മാറിക്കിടക്കാം, വഴക്കിട്ട് മാറ്റി ഇല്ല. അതെല്ലാം മാറി. എല്ലാത്തിനും ഒരു രീതി. വേണ്ടാത്ത ഇടത്ത് തലയിടത്തില്ല. ആർഗ്യുമെന്റ് വരുവാണെങ്കിൽ ഇറങ്ങിപ്പോകണം. ബിക്കോസ് എനിക്ക് ആർഗ്യൂ ചെയ്യാൻ അറിയത്തില്ല. സോ പല തരത്തിലെ അണ്ടർസ്റ്റാൻഡിങ് ആണ് എനിക്ക് വരുന്നത്. അത് ആ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഓരോ കാറിനകത്ത് ആക്സസറീസ് എന്ന് പറയുന്ന പോലെ എൻ്റെയും മനസ്സിനകത്ത് ഓരോ ആക്സസറീസ് വരികയാണ്. ആ ആക്സസറീസ് ഞാൻ ആസ്വദിക്കണമെങ്കിൽ എൻ്റെ മനസ്സ് ക്ലിയർ ആയിരിക്കണം. എൻ്റെ മനസ്സ് ക്ലിയർ ആയിരിക്കണം. എൻ്റെ ആത്മാവും should be forgiving and understanding. ഇതെല്ലാം പോസിബിൾ ആണ്. സോ 10-ാം പടിയിലുള്ളത് കണ്ടിന്യൂ ടു ടേക്ക്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഞാൻ മരിക്കുന്നിടം വരെ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ അങ്ങോട്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, all we have is a daily reprieve contingent to my spiritual condition. ഞാൻ സ്പിരിച്വലായിട്ട് ആത്മീയമായിട്ട് ഫിറ്റ് ആണെങ്കിൽ എനിക്ക് ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ സന്തോഷത്തോടെ ഓരോ ദിവസങ്ങൾ കൂടും. അഥവാ ഓരോ പ്രോബ്ലംസ് ജീവിതത്തിൽ വരുവാണെങ്കിൽ അതിനെ നേരിടാനുള്ള കഴിവും ഈ പ്രോഗ്രാം മുഖാന്തരം എനിക്ക് കിട്ടും. മറ്റുള്ളവരുടെ അപ്രീതിയാണല്ലോ നമ്മൾക്ക് ദേഷ്യവും വേണ്ടാതീനോ ഇതെല്ലാം നമ്മൾ മേടിച്ചു വെച്ചത് ഇപ്പം കളഞ്ഞിട്ട് നമ്മളൊരു പുതിയ പുതിയ ജീവിതമായിട്ട് നമ്മുടെ 3-ാം പടി പറയുന്നുണ്ടല്ലോ, deep within every man, woman and child is the basic idea of God. അപ്പൊ നമ്മളിൽ ഉള്ളതായി ഈ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ജന്മനാൽ ഉള്ളതായി ആത്മീയമായിട്ടുള്ള ആ ഒരു ശക്തിയെ ഞാൻ പിടിച്ചോണ്ടാണ് വളരുന്നത്. ആ ജന്മനാലുള്ള ആ ദിവ്യ ശക്തിയെ പിടിച്ചാണ് ഞാൻ വളരുന്നത്. അത് വിശ്വാസമാണ്. ആ വിശ്വാസം എങ്ങനെ വരും? എൻ്റെ ജീവിത അനുഭവത്തിൽ കൂടെ ഞാൻ എവിടുന്ന് വന്നു, ഞാൻ എവിടാണ് ഇപ്പം, ആ ഒരു അനുഭവമാണ് എന്നെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇത് മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ ഞാൻ മറ്റുള്ളവരോട് സംസാരിച്ച് അവരുടെ കൂടെ നടക്കുമ്പോൾ എനിക്കും ഒരു സന്തോഷം. അങ്ങോട്ട് ഞാൻ ഹെൽപ്ഫുൾ ആണ്, ഞാൻ ഈ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആണെന്നുള്ള ഒരു വിചാരം കൂടി എനിക്ക് വരും. അതാണ് മനസ്സിൽ വരുന്ന ഒരു സന്തോഷങ്ങൾ. സോ ഈ 10-ാം മാസത്തിൽ കണ്ടിന്യൂ ടു ടേക്ക് പേഴ്സണൽ ഇൻവെന്ററി. ഈ പേഴ്സണൽ ഇൻവെന്ററി ആൻഡ് വെൻ വി വർ റോങ് പ്രോംപ്റ്റ്ലി. സോ സത്യസന്ധതയാണ്. വെൻ വി വർ റോങ് പ്രോംപ്റ്റ്ലി അഡ്മിറ്റഡ് ഇറ്റ്. നാളെ പറയാം, മറ്റന്നാൾ പറയാമെന്നല്ല. അത് പിന്നെയും കൊണ്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന
വേണ്ടാധീനങ്ങളെല്ലാം എടുത്ത് മാറ്റിയതല്ലേ ഞാൻ. പിന്നെയും ഇത് അതിനകത്ത് കയറ്റി വെക്കണം. സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാനുള്ള ഒരു പ്രേരണ വേണമെങ്കിൽ ഞാൻ അന്നത്തെ ഉള്ള ഐ ഹാവ് ടു continue to take personal inventory, and when I was wrong, promptly admitted it. എൻ്റെ പഴയ സ്വഭാവം പഴയ ചിന്തകളും മാറ്റി വെച്ചിട്ട് ഒരു പുതിയ ജീവിയായിട്ട് ഞാൻ മുന്നോട്ട് നീങ്ങുവാണ്. അപ്പം 11ാം പടി sought through prayer and meditation to improve our conscious contact with God, praying only for knowledge of His will for us and the power to carry that out. So ആ 11ാം പടിയാണ് ഒരു വലിയ ആയിട്ടുള്ള ഒരു ഇറ്റ്സ് കീ ഫാക്ടർ. ആ 1ാം പടി തൊട്ട് 11ാം പടി വരെ വരുമ്പോൾ നമ്മളിൽ തന്നെ ഉള്ള ഒരു വ്യത്യാസം, ഒരു ജീവിതം. എനിക്ക് ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും പിള്ളേരും എല്ലാം പുറത്തു പോയിക്കോ, അവരിനി ഒരു 1.5 മാസത്തേക്ക് കാണത്തില്ല. എനിക്ക് കുഴപ്പമില്ല. ഐ എം കംഫർട്ടബിൾ ഇൻ മൈ ഓൺ സ്കിൻ. പഴയത് മാതിരി പാർട്ടി ചെയ്യണമെന്നോ അല്ലെങ്കിൽ കൂട്ടുകാരെ വിളിച്ച് ഇത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഭാര്യയും പിള്ളേരും പോയി അവരെ പറ്റി ചിന്തിച്ചിരുന്ന അവർ പോയി സന്തോഷിക്കുക, എനിക്കിത് അങ്ങനൊന്നുമില്ല. ഐ എം കംഫർട്ടബിൾ വിത്ത് മൈ സെൽഫ്. ഈ പ്രോഗ്രാമിന്റെ എയിം അത് തന്നെയാണ്. ടു ഫൈൻഡ് എ പവർ ഗ്രേറ്റർ ദൻ യുവർ സെൽഫ് who can take care of you and you can find comfort in him. So I sought through prayer and meditation to improve my conscious God. ഇപ്പൊ ഉള്ളതിൽ കൂടുതൽ വികസിപ്പിക്കാൻ, improve my social contact with God as I understood. ഞാൻ ദൈവത്തിനെ അറിയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ദൈവം എക്സ്പീരിയൻസ് പേഴ്സണൽ ആണ്. എൻ്റെ അനുഭവമായി നിങ്ങൾക്കായിരിക്കണമെന്നില്ല. പക്ഷെ ആ അനുഭവം അംഗീകരിക്കണം. എന്നിൽ കൂടെ ദൈവം പ്രവർത്തിക്കുന്നുള്ള ആ അംഗീകാരം നമ്മൾ അംഗീകരിക്കണം. എന്നാലേ അതിനുള്ള ഒരു വികാസം വരത്തുള്ളൂ. only then will it flower, only then will it be useful. ദൈവത്തിനോട് ഡയറക്റ്റ് പൈപ്പ് ലൈൻ ഇല്ല, പക്ഷേ ദൈവം എന്നിലുണ്ട്. ആ ദൈവത്തിന് ഞാൻ എത്രമാത്രം വഴങ്ങി കൊടുക്കുന്നോ അത്രമാത്രം എനിക്ക് സന്തോഷം പ്രൊപ്പോർഷണലായിട്ട് വരുന്നു. സോ sought through prayer and meditation to improve my അത് ദൈവത്തെ പറ്റി കൂടുതൽ ഓരോ ദിവസം കൂടുമ്പോൾ അറിവ് നമ്മുടെ വികസിപ്പിക്കണം, കൂടുകയാണ്. ഒരു സമയത്ത് ഞാനൊരു നോൺ ബിലീവർ ആയിരുന്നു. ഇപ്പൊ ഐ ആം എ ബിലീവർ. ഞാനൊരു വിശ്വാസിയാണ്. ഒരു ദൈവത്തിലൊരു വിശ്വാസിയാണ്. എന്നിൽ കവിഞ്ഞൊരു ശക്തിയിൽ ഞാനൊരു വിശ്വാസിയാണ്. ഈ വിശ്വാസം മറ്റുള്ളവർക്ക് ഞാൻ പകർന്നു കൊടുക്കാൻ എനിക്കൊരു മടിയില്ല. എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവരെന്ത് വിചാരിക്കും, ദാറ്റ്സ് നോട്ട് മൈ ബിസിനസ്. എനിക്കുള്ളത് ഞാൻ ബാക്കിയുള്ളവർക്കൂടെ പാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. സോ thinking through prayer and meditation to contact with God as I understood God, praying only for knowledge of His will for me and the power to carry that out. അതാണ് ഞാൻ പറഞ്ഞത്. ദൈവഹിതം എന്താണ് എനിക്ക് വേണ്ടി. ഈ 12 പടി 10-12 പടി നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന് എന്നെ പറ്റിയുള്ള ഉദ്ദേശം എന്തുവാണ്? എന്തിനാണ് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നത്? എൻ്റെ സ്പോൺസർ എന്നോട് പറയാൻ, നിന്റെ ജീവിതകാലത്ത് നീ ഈ സന്ദേശം ഒരു വ്യക്തിക്ക് നീ പകർത്തി കൊടുത്താൽ നിന്റെ ജീവിതം സഫലമാണ്. ദാറ്റ് മീൻസ് ഇഫ് ഐ ക്യാരി ദിസ് മെസ്സേജ് ടു വൺ സഫറിങ് ആൽക്കഹോളിക്, അതിനകത്ത് പറയുന്നില്ല അയാൾ റിക്കവർ ചെയ്യുന്നില്ലയോ എന്നുള്ളതല്ല, ക്യാരിങ് ദ മെസ്സേജ്. അത് ദൈവകൃപ ഉണ്ടെങ്കിലേ ആ മെസ്സേജ് കൊണ്ട് കൊടുക്കാനൊക്കത്തുള്ളൂ. അത് നമ്മൾ കൊടുക്കുമ്പം പുള്ളി സോബറാവണമെന്നില്ല. അത് ചിലപ്പോൾ 6 മാസം എടുക്കും, 1 വർഷം എടുക്കും. ബട്ട് ആ ഒരു സന്ദേശം, നമ്മളൊരു നമ്മളെ ആ ഒരു സീഡ് സോ ചെയ്യുന്നത്, അത് എപ്പോഴും എന്നാണ് അത് കിളിച്ചു വരുന്നത്? നമ്മുടെ നെല്ല് പാകത്തില്ലേ? നെല്ല് പാകിയ എല്ലാ നെല്ലും നമ്മൾ പാകുന്നിടത്ത് തന്നെ വീഴണമെന്നില്ലല്ലോ. ചിലത് കല്ലിൻ്റെ ഇടയ്ക്ക് വീഴും, ചിലത് വേറെ സ്ഥലത്ത് വീഴും. ഈ വേറെ സ്ഥലത്ത് വീണത് കിളിയൊക്കെ വന്ന് പെറുക്കിക്കൊണ്ട് പോകും. ഈ കല്ലിനകത്ത് വീണത് ആദ്യത്തെ മഴയ്ക്ക് ചെറുന്ന് മുളച്ചു വരും, പിന്നെ ആ കല്ലിൻ്റെ ശക്തി കൊണ്ട് പോകും. പക്ഷെ ബാക്കിയുള്ളത് വീണത് നല്ല ലെവലിൽ, ആ നല്ല ലെവലിൽ വീണത് ആ മഴയും ഇതൊക്കെ വരുമ്പോൾ അത് നല്ല ശരിയായിട്ട് കിളിച്ച് മുന്നോട്ട് വരും. എന്നിട്ട് നമുക്ക് നെല്ല് വിളയുമ്പോൾ ഫലവും നമുക്ക് വരും. അപ്പം നമ്മൾ ആ സീഡ് സോ ചെയ്യുന്നത് നമ്മുടെ കടപ്പാട്. അതെങ്ങനെ വരുന്നു എന്നുള്ള അത് ദൈവത്തിന് മുമ്പായി നമ്മൾ സമർപ്പിക്കണം. യു ലീവ് ഇറ്റ് ടു ഗോഡ്. സോ ഈ ഒരു ജീവിതം നമുക്ക് തന്നിട്ടുള്ളത്, എനിക്ക് തന്നിട്ടുള്ളത്, ഇത് മറ്റുള്ളവരുമായിട്ടും സന്തോഷത്തോടെ ജീവിക്കാനാണ്. ഞാൻ എൻ്റെ കാര്യങ്ങളും എൻ്റെ ചിന്തകളും കൊണ്ട് നടക്കുവാണെങ്കിൽ ഞാൻ ഒരിക്കലും തൃപ്തനാകത്തില്ല.
ഈ തൃപ്തി എന്ന് പറയുന്ന, സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇസ് കണക്റ്റഡ് ടു ഹാപ്പിനെസ്. സന്തോഷം എന്ന് പറയുന്നത് അങ്ങുള്ളിലുള്ള ഒരു പ്രവൃത്തിയാണ്. ഇറ്റ്സ് എൻ ഇൻസൈഡ് ജോബ്. ആ സന്തോഷം ഇറ്റ് കംസ് ഔട്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. മദ്യപ്പിരിക്കോട് സാറ്റിസ്ഫാക്ഷൻ, കൂടുതലും ഇല്ല കുറവില്ല, കിട്ടുന്ന ഉടനെ ഒരു സന്തോഷം. പല സന്തോഷം. നമ്മുടെ ജീവിത രീതി നല്ലതാണെങ്കിൽ നമ്മൾ എപ്പോഴും സന്തോഷത്തിലായിരിക്കും. നമ്മുടെ ഡിമാൻഡ്സ് നമ്മൾ ലിമിറ്റ് ചെയ്യുവാണെങ്കിലും നമ്മൾ സന്തോഷത്തിലായിരിക്കും. നമ്മൾ ഡിസപ്പോയിന്റ്മെന്റ്സ് ആർ ബേസ്ഡ് ഓൺ എക്സ്പെക്ടേഷൻ. നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് നിവർത്തിച്ച് തന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് വേറെ ഒരു വ്യക്തിയോട് സംബന്ധിച്ച ഗ്രാറ്റിറ്റ്യൂഡ്. ഇന്ന് ഞാൻ നോക്കുമ്പം എൻ്റെ തലയ്ക്ക് മേലെ 30-38 വർഷം മുമ്പ് മരിക്കാൻ കിടന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഇന്ന് ഞാൻ ദൈവത്തോട് സന്തോഷം പ്രകടിപ്പിക്കുന്നത് എനിക്ക് ഈ 30-38 വർഷം തന്നതിൻ്റെ ഐ ആം വെരി ഹാപ്പി ഫോർ ഇറ്റ്. അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ഉപയോഗകരമായിട്ടുള്ള ഒരു ജീവിതം എനിക്ക് നയിക്കാൻ തന്ന ഒരു അവസരം. സോ ഈ ഒന്നിനും കൊള്ളാത്ത ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഓപ്പർച്യൂണിറ്റീസ് ദൈവം തന്നത്, ദൈവത്തിന്റെ ഹിതം എന്തോ എന്നെ ജീവിതത്തിൽ ടു ക്യാരി ദിസ് മെസ്സേജ് ടു ദ സ്റ്റിൽ സഫറിങ് ആൽക്കഹോളിക്. നമ്മൾ കുടി നിർത്തിയോണ്ട് നമ്മൾ ആൽക്കഹോളിക് എന്ന് മാറുന്നില്ല. സഫറിങ് ആൽക്കഹോളിക്, നമ്മുടെ സഫറിങ് നമ്മുടെ ചിന്തയിലാണ്. സോ ഏത് സ്റ്റേജിലാന്നുള്ളത് പറഞ്ഞില്ല. കുടി നിർത്തുന്ന ഇസ് വൺ സ്റ്റേജ്. കുടി നിർത്തിയിട്ട് നമ്മൾ വളരുന്നത് പല സ്റ്റേജസിൽ കൂടാണ്, ഈ 12 പടി കൂടാണ്. സോ വെൻ ഐ ക്യാരി ദിസ്, ആ ഒരു മെസ്സേജ് നമ്മൾ ക്യാരി ചെയ്യുന്നത് ഇറ്റ്സ് ജസ്റ്റ് നോട്ട് ആൽക്കഹോൾ നിർത്തിക്കഴിഞ്ഞ് ജീവിത രീതികൾ എങ്ങനെ മാറുന്നു, ജീവിതം എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളത് നമ്മൾ പലർക്കും പറഞ്ഞു കൊടുക്കേണ്ടി വരും. എൻ്റെ അനുഭവമാണ് ഞാൻ മറ്റൊരു പറഞ്ഞു കൊടുക്കുന്നത്. സോ ഐ ക്യാരി ദിസ് മെസ്സേജ് ടു ആൽക്കഹോളിക്സ് ആൻഡ് പ്രാക്ടീസ് ദീസ് പ്രിൻസിപ്പിൾസ് ഇൻ ഓൾ അവർ അഫയേഴ്സ്. സോ ആ ഒരു ഉണർവുണ്ടായി, ജീവിത രീതി മാറി, ജീവിതത്തെ ആത്മീയമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങി. മറ്റുള്ളവരെ എൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന അവരും കൂടെ അതിനകത്ത് പാർട്ടിക്ക്. ഇനി എന്തും രാവിലെ എനിക്കൊരു 5-8 പേരുടെ കോള് കാണും, ചിലപ്പോൾ കോൺഫറൻസ് കോള് കാണും. അതിൽ കൂടെ ഞങ്ങൾ സംസാരിച്ച് ഫെലോഷിപ്പിംഗ് എന്ന് പറയും. ആ ഒരു ഫെലോഷിപ്പിംഗ് ആണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തൊരു ജീവിതം ജീവിക്കാൻ പഠിപ്പിക്കുന്നത്. നമുക്ക് ജീവിക്കാൻ അറിയാൻ വയ്യായിരുന്നു, അതല്ലായിരുന്നു നമ്മുടെ പ്രോബ്ലം. അപ്പൊ ഈ 12 പടി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ജീവിതത്തിന്റെ ഒരു രൂപം മനസ്സിലാകും. കുറെ എക്സാമ്പിൾസ് നമ്മുടെ ജീവിതത്തിന് മുമ്പേ ഉണ്ടാകും. സോ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഈ പടികൾ നമ്മൾ ഓരോന്നും ഓരോ സ്റ്റേജിലും നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. ഇത് മറ്റുള്ളവരോട് നമുക്ക് അറിയാൻ വയ്യെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കുന്നത് നമുക്ക് നാണിക്കുന്നതിൻ്റെ ഒരു അതുമില്ല. വിശക്കുവാണെങ്കിൽ എൻ്റെ വയറ് ഞാൻ നോക്കിയെങ്കിലേ എനിക്ക് ബാക്കിയുള്ളവരെ നോക്കാനൊക്കത്തുള്ളൂ. സോ വിശക്കുമ്പോൾ നമ്മൾ ചോദിക്കണം, എനിക്ക് വിശക്കുന്നു, എനിക്ക് ഉണ്ണണം എന്ന് പറഞ്ഞാലേ ഉള്ളൂ നമ്മുടെ പ്രോഗ്രാം. പല സമയത്തും നമ്മൾ വിശപ്പോടുകൂടി കടിച്ചു പിടിച്ചോണ്ട് നടക്കും. അതിന് ആവശ്യമില്ല. ഫ്രീഡം ഫ്രം ദ ബോണ്ടേജ് ഓഫ് ആൽക്കഹോൾ, സ്റ്റേജ് 1. ഫ്രീഡം ഫ്രം ദ ബോണ്ടേജ് ഓഫ് ഫിയർ, പേടികളിൽ നിന്ന് വിടുതൽ, സ്റ്റേജ് 2. ആൻഡ് ഫ്രീഡം ഫ്രം ദ ബോണ്ടേജ് ഓഫ് സെൽഫ്, 3ാമത്തെ സ്റ്റേജ്. എന്നിൽ നിന്ന് തന്നെ എനിക്ക് മുക്തി കിട്ടുവാനുള്ളതാണ്. സോ വിത്ത് ദാറ്റ് ഐ സ്റ്റോപ്പ്. താങ്ക് യു ഫോർ അലൗവിങ് മീ ടു ഷെയർ. ഞാൻ പറഞ്ഞത് രാമേട്ടൻ എന്നോട് 10 സ്റ്റെപ്പ് പറയാനാ പറഞ്ഞത്, പക്ഷെ ഐ ഹാഡ് ടു ഗോ ത്രൂ ദ സീക്വൻസ് ടു explain what the 10th step is all about. Thank you very much. Good night, good luck, and God bless.